ആർക്കും പാട്ടുകാരനാകാമെന്ന സവിശേഷ സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു സംവാദത്തിന് വേണ്ടി ഒത്തുകൂടിയിരിക്കുന്നത്. അത് സാങ്കേതികമായിട്ട് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ആർക്കും പാട്ടുകാരാകാം എന്നുള്ള ഒരു തുറന്നിട്ട വാതിൽ മലയാള സിനിമ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് മലയാള സിനിമയിൽ. അപ്പോൾ നമ്മൾക്കിടയിൽ ഈ അകലം പോലും സിനിമയുമായിട്ട് കലാകാരന്മാർക്കില്ല. അത്രയ്ക്കും ഈ വേർതിരിവ് പോലും ഇല്ല. അതുകൊണ്ട് ആർക്കും പാട്ടൊരുക്കാം. അങ്ങനെ ആ ഒരു മതിൽ തകർത്ത 3 പ്രധാനപ്പെട്ട ആളുകളാണ് ഇന്ന് ഈ സംവാദത്തിൽ അണിചേരുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ ഉൾപ്പെടെ മലയാളിക്ക് ആസ്വാദനത്തിൻ്റെ പുതുമ സമ്മാനിച്ച സുഹൈൽ കോയ, സ്വാഗതം. അതുപോലെ പൊന്മാനിലെ ബ്രൈഡാത്തി തുടങ്ങിയ പാട്ടുകളിലൂടെ ശ്രോതാക്കളുടെ ഇഷ്ടം നേടിയ ഗായിക, അവരൊരു സർക്കാർ ഡോക്ടർ കൂടിയാണ്, ബിനീത രഞ്ജിത്ത്. നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആഘോഷിച്ച, ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് ആയ ഓണം മൂഡ് പാട്ടിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ കയ്യടി വാങ്ങിക്കൊണ്ടേയിരിക്കുന്ന സംഗീത സംവിധായകൻ ശ്രീ ബിപിൻ അശോക്. അപ്പോൾ നമുക്ക് ഈ സംവാദം ആരംഭിക്കാം. ഇത് കേവലം ഒരു പാട്ട് ചർച്ച എന്നതിനപ്പുറം നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന പാട്ടുകളെക്കുറിച്ച്, അത് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, വിമർശനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ ഒരു പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഹോർത്തോസിൻ്റെ വേദിയിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ നന്ദി പറയുന്നു. ആദ്യം തന്നെ ബിപിനോട് ചോദിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഹോർത്തോസ് പോലുള്ള ഒരു വേദിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവാദത്തിൽ പങ്കെടുക്കുന്നത്. അതെ, എങ്ങനെയുണ്ട് താങ്കളുടെ ഭാഷയിൽ ചോദിച്ചാൽ മൂഡ്? നല്ല മൂഡാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വലിയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ പാട്ട് എല്ലാവരും ഏറ്റെടുത്തതിലും സന്തോഷം. ഹാപ്പി, മൊത്തത്തിൽ ഹാപ്പി മൂഡ്. ബ്രൈഡാത്തി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പെണ്ണാത്തി, പെണ്ണ് എന്നൊക്കെ പറയാം. കല്യാണ പെണ്ണിനെ ചേർത്ത് പറയാം. അങ്ങനെ ഒരു വാക്ക് സുഹൈൽ കോയ എഴുതുമ്പോൾ അതിന് സ്വരം ചേർത്തത് ഡോക്ടർ ബിനീത രഞ്ജിത്താണ്. ബിനീത, താങ്കൾക്ക് അങ്ങനെ ഒരു പാട്ട് സമ്മാനിച്ച എഴുത്തുകാരൻ തൊട്ടടുത്തുണ്ട്. എന്തു പറയുന്നു? നമസ്കാരം. ഒരുപാട് സന്തോഷം ഹോർത്തൂസിലെത്തിയതിൽ. ആക്ച്വലി ഞാൻ സുഹൈലിനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ആ പാട്ട് പാടാൻ ചെന്നപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത് ബ്രൈഡാത്തി എന്നുള്ള വാക്ക് തന്നെയായിരുന്നു. ബ്രൈഡാത്തി എനിക്കൊന്ന് മണവാട്ടി അല്ലേ, ആ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ ആ പാട്ട് പെട്ടെന്ന് സംഭവിച്ച ഒന്നാണ്. ആ പാട്ട് അതിന് വേണ്ടിയിട്ട്, ആ സിറ്റുവേഷന് വേണ്ടിയിട്ട് വേറൊരു ഈണം ഇടുകയും അത് വെച്ചിട്ട് അവർ ഷൂട്ട് ചെയ്യുകയും പിന്നീട് പെട്ടെന്ന് ആ ഈണം മാറ്റേണ്ടി വരികയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ ഒരു ഷോപ്പിങ്ങിൽ നിന്നപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, വന്ന് പാടണം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു സിനിമ പാട്ട് പാടാൻ നമ്മൾ കുറേ തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെ സാധാരണ എല്ലാവരും ചെയ്യുമല്ലോ. അങ്ങനെ അതിനൊന്നും നേരമൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ അവിടെ ചെന്ന് ഞാൻ പാടി കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ അതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും വന്നിട്ട് ആ പാട്ട് ഓക്കെ ആക്കണം, പാട്ട് ഈണം ഓക്കെ ആക്കുന്നതിന് മുമ്പാണ് ഞാൻ ആ പാട്ട് പാടിയത്. അപ്പോൾ ഓരോ വരി ട്യൂൺ പറഞ്ഞു തരും, അത് അവിടെ ഇരുന്ന് പാടും. അങ്ങനെ ഉണ്ടായ ഒരു പാട്ടാണ്. പക്ഷെ അത് ഇറങ്ങിയതിന് ശേഷം ഫസ്റ്റ് അതാണ് റിലീസാവുന്നത്. ആ പാട്ട് മില്യൺസ് ഇങ്ങനെ വ്യൂസ് പോയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതിൻ്റെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ മെയിൻ ആ ഒരു കീ വേർഡ് തന്നെയാണ് ആ പാട്ടിനെ അത്രയും പെട്ടെന്ന് ശ്രദ്ധ കിട്ടാൻ കാരണം. അപ്പം സുഹൈലിനോട് ഇപ്പോൾ പേഴ്സണലി താങ്ക്സ് സുഹൈൽ ഫോർ ദാറ്റ്. പിന്നെ ആ പാട്ടിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്തത് ബിപിനാണ്. അപ്പം അങ്ങനെ ആ പാട്ടിൻ്റെ എല്ലാവരെയും ഒരു ജസ്റ്റിനൊഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഒരുപാട് സന്തോഷം ഇന്നിവിടെ എത്തിയതിൽ. സുഹൈൽ, ബ്രൈഡാത്തി എന്നുള്ള പാട്ട് ഇപ്പോൾ ഗായിക തന്നെ പറയുന്നു ഗാനരചയിതാവിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിലുണ്ടല്ല. അപ്പോൾ ബ്രൈഡാത്തി എന്ന ഒരു വാക്കിൻ്റെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു? അല്ല, ഞങ്ങൾ ഇത് ഒരു കൊല്ലത്തുള്ള ഒരു പ്രദേശത്താണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പടം. അപ്പോൾ ഞാനും ജസ്റ്റിനും കൂടെ അതിന് 2-3 ദിവസം മുമ്പ് ഞങ്ങൾ അവിടെ കൊണ്ട് താമസിപ്പിച്ച് ചുമ്മാ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ ആ നാടിൻ്റെ, അത് മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് കുറച്ച് കൊച്ചു കൊച്ചു തുരുത്തുകളാണ്. അപ്പം അവിടെ കല്യാണം കഴിച്ച് വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അപ്പം ആ പെണ്ണിൻ്റെ ഫസ്റ്റ് ദിവസം അന്ന് കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ആ സമയത്തുള്ളൊരു പാട്ടാണ്.
അപ്പം ഞാനപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംവദിക്കുമ്പോൾ അവർ കുറേ ഇംഗ്ലീഷ് വാക്കുകൾ ഇംപ്രവൈസ് ചെയ്തിട്ട് മലയാളവൽക്കരിച്ച്, ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും മൂടേഷ് അല്ലെ അങ്ങനെയൊക്കെ പരാജേഷ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ തന്നെ ഓരോ വാക്കുകൾ ഉണ്ടാക്കിയിട്ട് ചെയ്യണതാണല്ലോ. അപ്പം അങ്ങനെ അവർ ഓൾറെഡി കുറേ പഴയ വാക്കുകൾ, നല്ല രസമുള്ള കുറേ വാക്കുകൾ അവർ ഉപയോഗിക്കണ്ടായി. അപ്പം ഞാനോർത്ത് ഓക്കെ, അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു വൈബ് ഉണ്ട്, അപ്പോൾ നമുക്കൊരു വാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു വാക്ക് ഒരു ഹുക്കായിട്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റിനും പാട്ടുണ്ടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റിന് ഇങ്ങനെ ഒരു നല്ലൊരു മെലഡി ഇങ്ങനെ എന്നെ കേൾപ്പിച്ച്, അപ്പോൾ ഞാൻ അതിനിങ്ങനെ ബ്രൈഡ് അത്തി എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഇങ്ങനെ ഉണ്ടാക്കി, പെണ്ണാത്തിന്നോ അല്ലോ മണവാട്ടിന്നോ ഒക്കെ ചേർക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ, എങ്കിലും അതിനൊരു ലോക്കൽ ഫ്ലേവർ ഉണ്ടാവണം, ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേഷൻ ആവശ്യമില്ല. അപ്പം അപ്പം ഞാൻ അതിൻ്റെ ഇടക്ക് നിൽക്കുന്ന ഒരു വാക്ക് എന്നുള്ള രീതിയിലാണ് അതിലേക്ക് വന്നത്. പിന്നെ പാട്ട് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് കമ്പോസിഷൻ, അപ്പം നമുക്ക് കാണാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പോൾ പണ്ട് കാലത്ത് സിനിമയ്ക്ക് എപ്പോഴും യാത്രയൊക്കെ പോയി ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും കഥാകൃത്തും എല്ലാവരും കൂടി ഇരുന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ പറഞ്ഞ് അത്രയും സമയം ഉണ്ടാവും. ഇപ്പം ഭയങ്കര ടൈറ്റായിട്ടാണ് ഇതാണ്, ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് മിക്കവാറും പാട്ട് എഴുതുക. ഓൾറെഡി ട്യൂൺ ഇട്ട് കാണും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഓൾറെഡി ഉണ്ടാവും. അപ്പം നമ്മൾ മൊബൈലിൽ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് വാട്സാപ്പിൽ അയച്ചു കൊടുക്കും. അപ്പം ഇവർ പെട്ടെന്ന് വിളിപ്പിക്കും, അവരൊന്ന് യാതൊരു ട്രെയിനിങ് ഇല്ലാതെ അവർക്ക് പാടേണ്ടി വരും. അപ്പം ഇപ്പം നമ്മളും എല്ലാവരും വി ഷുഡ് ഹാവ് അവർ ഗെയിം അപ്പ്, അങ്ങനൊരു പ്രഷറും കൂടെ ഉണ്ട്. പഴയ പോലെ നമുക്കിങ്ങനെ എനിക്കൊരു 15 മിനിറ്റ് വേണം, 2 ദിവസം വേണം, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പോവും. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായ വാക്കുകൾ കടന്നു വരുന്നു. നമ്മുടെ പരിസരത്ത് തന്നെയുള്ള വാക്കുകളെയാണ് സുഹൈൽ പാട്ടിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ വേദന സംഹാരി എന്നൊക്കെ പാട്ടിൽ ഉപയോഗിച്ചു. ഡോക്ടർ കൂടിയാണ്. ആസ്വാദക എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അത്തരം വാക്കുകളുടെ ഉപയോഗത്തെ കാണുന്നത്? ഞാൻ പലപ്പോഴും അതിന് ലിറിക്സിനെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എനിക്കിഷ്ടമാണ്. ലിറിക്സ് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പലപ്പോഴും പല പാട്ടുകളും ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോൾ എന്ന് വെച്ചിട്ട് കൺവെൻഷണൽ ഈണം മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, ലിറിക്സ് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്ന ലിറിക്സൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈയിടെ കേട്ടതിൽ അങ്ങനെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ച്വലി ഞാനിങ്ങനെ വണ്ടടിച്ചു പോയ ലിറിക്സാണ് ഈ ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി എന്ന് പറയുമ്പം ശരിക്കും ഞാൻ വിചാരിച്ചു നമ്മൾ നമ്മൾ സംസ്കൃതത്തിൽ പാട്ടുണ്ടാക്കാൻ, ഇംഗ്ലീഷിൽ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് സംസ്കൃതത്തിൽ ഇംഗ്ലീഷിലൊക്കെ പാട്ടുണ്ടാക്കാൻ നോക്കും. പക്ഷെ ഗണിതത്തിൽ പാട്ടെന്ന് പറയുന്നത് എനിക്കൊന്ന് ആരും ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു മേഖലയായിരുന്നു. മലയാള സിനിമയ്ക്ക് ഇപ്പോൾ മലയാളത്തിൽ തന്നെ പാട്ട് വേണം നിർബന്ധമില്ല. സാഹസം എന്നുള്ള സിനിമയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും പാട്ടൊരുക്കിയ സംഗീത സംവിധായകനാണ് ബിപിൻ അശോക്. ബിപിൻ, അതൊരു സാഹസമായിരുന്നോ? ഒരു തരത്തിൽ ആക്ച്വലി അത് ഇന്ന് ഇത്രയും ലാംഗ്വേജ് വേണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയതല്ല. ആ സിനിമയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവിടെ ഒരു സംസ്കൃതം ഒരു ലിറിക്ക് വന്നാൽ കൊള്ളായിരിക്കും എന്ന് തോന്നി. അങ്ങനെ കണ്ടിട്ട് അതിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് ഒരു സംഗീത സംവിധായകന്റെ പരീക്ഷണത്തിന് വേണ്ടി സംഗീത സംവിധായകൻ തന്നെ സംവിധായകനോടോ നിർമ്മാതാവിനോടോ ഇവിടെ ഒരു ഇംഗ്ലീഷ് പാട്ടാകാം അല്ലെങ്കിൽ ഇവിടെ ഒരു മലയാളം പാട്ടാകാം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടാം. അതെ അതെ, ആ സാഹസത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ്. ഡയറക്ടർ അങ്ങനത്തെ ഒരു ഡയറക്ടർ ആണെങ്കിൽ നമുക്കത് കംഫർട്ടബിൾ ആണ്. അതൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പോസിറ്റീവ് വശം കണ്ടിട്ട് അത് അംഗീകരിക്കുന്ന ഒരാളെ കിട്ടുകയാണെന്നുള്ളതാണ് നമുക്ക് ശരിക്കും ഈ മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. ഡയറക്ടർ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ മലയാളം സ്വര ശുദ്ധിയോടെ സംസാരിക്കുന്നവർ, പാടുന്നവർ, അവർ ഇംഗ്ലീഷ് വാക്കുകൾ കൃത്യമായി ഉപയോഗിക്കണമെന്നില്ല. അവരുടെ മലയാളത്തോട് ചേർന്നുള്ള ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ തന്നെയായിരിക്കും സംസാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഗായകരെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു ഇംഗ്ലീഷ് പാട്ടിലേക്ക് ഒരു ഗായികയെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ കുറച്ചുകൂടി ഇംഗ്ലീഷ് അറിയുന്നവരാവണം, അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതെ അതെ, ഫുൾ ഇംഗ്ലീഷ് സോങ് ആകുമ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് ഡിക്ഷൻ കൂടിയും അല്ലെ പ്രൊനൗൺസിയേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ വരണം. അങ്ങനത്തെ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പോൾ സിംഗേഴ്സ് ഇവിടെയുള്ള നല്ല രീതിയിൽ ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് തന്നെയാണ് ഇംഗ്ലീഷ് പാടിക്കുന്നത്. അത്തരം ഒരു ഭാഷാ ശുദ്ധിക്ക് പ്രാധാന്യം ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ ഉറപ്പായിട്ടും. ചോദ്യം, ഇപ്പോൾ ദുരൂഹ മന്ദഹാസമേ എന്നുള്ള പാട്ട്, അതിൽ ആ പാട്ടിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്, അതെ ഉണ്ടല്ലോ. അതെ അതെ അതെ. അപ്പോൾ ഡോക്ടർ രണ്ടുപേരും പാടാം. അതിൻ്റെ രണ്ടുപേരും എനിക്കറിയില്ല, ഞാൻ കുറച്ച് അറിയാവുന്ന ഒരു വരി പാടാം. ശരി. ദുരൂഹമന്ദാസമേ ദുരൂഹമന്ദാസമേ. ഇപ്പൊ പറഞ്ഞതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ
പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ ആ കുട്ടി പാടി, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല, പാടിയേക്കുന്ന ഒരു എനിക്കൊന്ന് ഇന്ത്യൻ തന്നെയാണ്, പക്ഷേ ബോൺ ആൻഡ് ബോട്ട് എബ്രോഡാന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരി പാടിയേക്കുന്നത് മന്ദാസമേ അങ്ങനെയാണ് പാടിയിരിക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ ഒരു ഡിക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മന്ദഹാസമേ അങ്ങനെ പാടിയാലേ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ബാരിയേഴ്സ് ഒന്നുമില്ല. ആ ഒരു വൈബിനനുസരിച്ച് മന്ദാസമേ അങ്ങനെ പാടിയാലും ഓക്കെയാണ്. അപ്പോൾ പാട്ടിൻ്റെ റെൻഡിഷനിലൊക്കെ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയായിരുന്നു എൻ്റെ വലിയ ക്രിട്ടിക്ക്. അപ്പം ഞാൻ പാടുമ്പോൾ എപ്പോഴും സ്ഫുടത പോരാ, സ്പഷ്ടം അല്ല. പണ്ട് പണ്ട് അതാണല്ലോ പ്രാധാന്യമുള്ള കാര്യം. ദാസാറും ചിത്രചേച്ചിയും ജേട്ടനൊക്കെ പാടുമ്പം ഇപ്പം മൂളാന്ന് പാടിക്കഴിഞ്ഞാൽ ഇൻ വരെ കേൾക്കും. അപ്പോൾ അങ്ങനെ പാടണം എന്ന് പഠിച്ചു വന്ന സ്കൂളാണ് എൻ്റെത്. അപ്പം ഇങ്ങനെ പലതും കേൾക്കുമ്പം അതിലും അപ്പം ഞാൻ വിചാരിക്കണം, ഇപ്പം മന്ദഹാസമേ അങ്ങനെ പാടുന്നതിലും എത്ര രസമാണ്. മന്ദഹാസമേ അങ്ങനെ പാടുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ന്യൂജൻ ട്രെൻഡുകളിൽ എനിക്കൊന്ന് റെൻഡിഷനിൽ വന്ന ആ ഒരു മാറ്റമൊക്കെ അത് ഇതൊക്കെ ഇതിൽ ആയിരിക്കും. കൂട്ടിച്ചേർക്കാനുള്ളത്, ശാസ്ത്രീയമായി അഭ്യസിച്ചു വന്ന ഗായകരെ അല്ല, അതിലും ആ കഥാപാത്രത്തിന് ആ സിനിമയ്ക്ക് അനുയോജ്യമായ സ്വരം ആവശ്യമുള്ള, ശബ്ദം ആവശ്യമുള്ള ഗായകരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് തോന്നുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ സിനിമയിലെ സിറ്റുവേഷൻ കൂടി നോക്കിയിട്ട്, പിന്നെ ഇപ്പോൾ ഈ പ്രൊനൗൺസിയേഷൻ്റെ കാര്യം ആൾക്കാർക്ക് മനസ്സിലായാൽ മതി എന്താണെന്നുള്ളത്. അത് ഇങ്ങനെ ഭയങ്കരമായ സ്ഫുടതൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അത്ര സ്ഫുടതയോടെയല്ല സംസാരിക്കുന്നത്. ഒരു കുറച്ചും കൂടി കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ അത്ര സ്ഫുടത ഉണ്ടാവുന്നില്ലല്ലോ. നമ്മൾ ആ ഒരു പരിപാടി തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് നമ്മളൊക്കെ. ആൾക്കാർക്ക് മനസ്സിലാവണം. അതിന് ഒരു എന്താണോ വേണ്ടത് അത് ചെയ്യണം. അതിനപ്പുറത്തേക്കുള്ള സ്ഫുടത ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് സുഹൈല് രണ്ട് പാട്ടുകൾ, ഒന്ന് വിദ്യാധരൻ മാഷെ കൊണ്ടും ഒന്ന് KG മാർക്കോസ് സാറിനെ കൊണ്ടാണ് പാടിപ്പിച്ചത്. അതായത് ഈ പാട്ട് അവർ പാടിയാൽ നന്നാകുമെന്നുള്ള ഇവരുടെ കണക്കുകൂട്ടലുകൾ വളരെ വിജയിക്കുകയും ചെയ്തു. തണ്ണീർമത്തൻ ദിനങ്ങളിൽ എന്ത് വിധി ഇത്, അതുപോലെ പ്രേമലുവിലെ KG മാർക്കോസ് സാർ പാടിയ പാട്ട്, അത് സംഗീത സംവിധായകനും ഗാനരചയിതാവിനും അങ്ങനെ ഒരു ആലോചന എങ്ങനെയാണ് വരുന്നത്? അതിനകത്ത് ഇപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ലാംഗ്വേജ് പതിയെ ചേഞ്ച് ആയല്ലോ. ഇപ്പം ലാസ്റ്റ് 10-15 ഇയേഴ്സിൽ ഇത് ഭയങ്കരമായിട്ട് റാഡിക്കലി മാറി. അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് മനസ്സിലായാൽ മതി. ഇപ്പം അതൊരു ഞാൻ ഇവിടെ ഉള്ള മറ്റേ ശുദ്ധതയെ സ്നേഹിക്കുന്നവരെ ഇതാക്കുമല്ല, അത് രണ്ട് ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ടായിട്ട് തന്നെ എനിക്ക് തോന്നാം. ആ പ്യോറിറ്റി ആഗ്രഹിച്ച് അതൊരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ആ പ്യോറിറ്റിയുടെ ഒരു എക്സ്ട്രീം എത്തുമ്പോൾ അത് തന്നെ ഒരു മെസ്സിനെസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ മെസ്സിനെസ് കുറേ ഓടിക്കഴിയുമ്പോൾ പിന്നെയും പ്യോറിറ്റിയിലേക്ക് മടങ്ങിപ്പോവും. അപ്പോൾ ഇതൊരു സർക്കിളാണ്, നമുക്ക് പിന്നെ അത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ മനസ്സിലായാൽ മതി. ഇപ്പം നമ്മൾ ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ എടുക്കാം. ഇപ്പം എവിടെ എന്നാൽ നമ്മളെന്താ EVID അങ്ങനെ എന്തെങ്കിലും അടിക്കും, അവൻ അതിന് റിപ്ലൈയും തരും. നമുക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മലയാളം ഇംഗ്ലീഷും വേർഡ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ലിപി ഉപയോഗിക്കുന്നത് വേറൊരു ഭാഷയുടെ, ഗ്രാമർ ഉപയോഗിക്കുന്നത് മറ്റൊരു ഭാഷയുടെ ഒക്കെ ആയിട്ടാണ് നമ്മളിതിപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമല്ല. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഒരു സിംഗറിനെ സെലക്ട് ചെയ്യുമ്പം ഞാനെപ്പോഴും അങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര ജസ്റ്റിനായിട്ടാണ് വിഷ്ണുവായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പർട്ടിക്കുലറായിട്ട് ഇത് പിടിക്കാൻ കാര്യം, നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് ഈ പാട്ടിൻ്റെ ഒരു വാക്ക് വെച്ചിട്ട്. ഇപ്പം നമ്മൾ ചായപ്പാനി തപ്പിലെ റോഡരികെ, അപ്പം അത് ഒരു ഭയങ്കര മര്യാദക്ക് ഇങ്ങനെ ക്ലാസിക്കലി ട്രെയിൻഡ് ഭയങ്കര പ്യൂരിറ്റി പിടിച്ചാൽ അതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച ഫണ്ട് മിസ്സാവും. ആ ഫിലിമിൽ അതിനൊരു ഫണ്ണാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അത് കൺവേ ചെയ്യാനുള്ളൊരു വോയിസ് നമ്മുടെ തലയിൽ ഇങ്ങനെ വരും വിത്തൗട്ട് ലൂസിങ് ദ സോൾ ഓഫ് ദ സോങ്. അപ്പം നമ്മൾ ഓക്കെ, ഇപ്പോൾ വിദ്യാധരൻ മാഷ എന്ത് വിധി ഇത് പാടിയിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. അതിൻ്റെ മെലഡി പാർട്ടൊക്കെ ഭയങ്കര രസമാണ്. അപ്പം അപ്പോൾ ജസ്റ്റിന് ആദ്യമേ പറഞ്ഞു വിദ്യാധരൻ മാഷിനെ കൊണ്ട് പാടിക്കാം, ഭയങ്കര ഡിഫറെൻറ്റ് സൗണ്ട് ആയിരിക്കും. അങ്ങനെ അപ്പോൾ പാടിച്ചു നോക്കിയപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയി. അത് ഇപ്പോഴും റീലും എല്ലാം ഇങ്ങനെ ഭയങ്കര വൈറലാകുമ്പോൾ സന്തോഷം. അപ്പോൾ ആ ഓരോ പാട്ടിനും ആ വാക്കുകൾ ആ പാട്ടിൻ്റെ മെസ്സേജ് കറക്റ്റായിട്ട് കൺവേ ചെയ്യുന്ന ഒരു സൗണ്ട് ഉണ്ട് എന്നാണ് ഞാൻ തോന്നുന്നു. നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇളയരാജയുടെ സംഗീതത്തിൽ യൂസഫ് അലി കേച്ചരി, നമുക്കറിയാം സംസ്കൃതത്തിൽ ഉൾപ്പെടെ മലയാളത്തിന് ഒട്ടേറെ പാട്ടുകൾ സമ്മാനിച്ച ഗാനരചയിതാവ് യൂസഫ് അലി കേച്ചരി പിന്നിലാവ് എന്നുള്ള സിനിമയിലെ പാട്ട് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പം അല്പം മുമ്പ് ഞങ്ങൾ ഗേറ്റ് കടന്നു വരുമ്പോൾ ആ പരിസരത്ത് നിന്ന് കേൾക്കുകയും ചെയ്തു, മാനേ മധുര കരിമ്പേ. ആ പാട്ടിൽ ഉപയോഗിച്ച മമ്മൂക്ക ഡാൻസ് ചെയ്യുന്ന ആ പാട്ട് പാടിവാ ലൗഗാനം, അതുപോലെ താമരാക്ഷി, മീനാക്ഷി എന്ന് ഒക്കെ ഉപയോഗിച്ച സ്ഥലത്ത് കരിഫിഷ് കണ്ണാളെ എന്നാണ്, അതുപോലെ ലോട്ടസ് ഒത്ത മിഴിയാളെ എന്നൊക്കെയാണ് യൂസഫ് അലി സാറ് എഴുതിയിരിക്കുന്നത്. ആ പാട്ട് ഓർക്കുന്നുണ്ടല്ലോ.
ദാസാർ പാടിയ പാട്ടാണ്. അപ്പോൾ എൻ്റെ ശബ്ദത്തിൽ അത് കേൾക്കുമ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞത് ഓർക്കണം. അത് വളരെ ശാസ്ത്രീയ സംഗീതത്തിൽ അടിസ്ഥിതമായിട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് പാടിയിരിക്കുന്നത്. അതെ. ആപ്പിളൊത്ത കവിളിൽ ഗോൾഡൻ നുണക്കുഴിയിൽ തരരരരരര, തരരരരരര. പ്രേമത്തിന്റെ അണിയോ കോപത്തിന്റെ കെണിയോ രരരരരരര, രരരരരര. ഡോൺ ഗോ പൊൻകിനാവിൻ തളിരേ, മാറാതെ നീ എൻ്റെ മൈൻഡിൻ കുളിരേ. ഓടിവാ കരിഫിഷ് കണ്ണാളെ, പാടിവാ ലൗഗാനം. ഓടിവാ കരിഫിഷ് കണ്ണാളെ, പാടിവാ ലൗഗാനം. നാണമെന്റെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ, കലമാനേ കനകമാനേ മധുര കരിമ്പേ, മലർത്തേനെ മദന കുഴമ്പേ. ഒന്നു വന്നാട്ടെ തെല്ലു നിന്നാട്ടെ, നാണമെന്റെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ. അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാറൊക്കെ ആ രീതിയിൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പൂവച്ചൽ ഖാദർ ഉൾപ്പെടെ. ബിപിൻ, ഒരു ഗാനരചയിതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പോലീസ് വേഷത്തിലേക്ക് സിദ്ദിഖ് നന്നാകും, അല്ലെങ്കിൽ ഇന്ന സുരേഷ് ഗോപി നന്നാകും എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന പാട്ടെഴുതുമ്പോൾ അദ്ദേഹം നന്നാകും, ഒരു പ്രേമഗാനമാണെങ്കിൽ അദ്ദേഹം നന്നാകും. അങ്ങനെ പാട്ട് നോക്കി ഗാനരചയിതാവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ശൈലി കൂടുതലായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഒരു പരിധി വരെ ഉള്ളൂ കേട്ടോ അത്. ഇപ്പോൾ എൻ്റെ വർക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സാഹസത്തിൽ ഒരു 6 പാട്ടുള്ളതിൽ 5ഉം വിനായകാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മുമ്പ് എല്ലാ പാട്ടും വൈശാഖ് സുഗുണാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മുമ്പ് വിവേക് ഗുരുവാണ് എഴുതിയിരിക്കുന്നത് ഈ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓരോ പാട്ടിനെ അനുസരിച്ചതിനെക്കാട്ടും ഇവരെല്ലാവരും എല്ലാം എഴുതാൻ കേപ്പബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ ഇതുവരെ. അങ്ങനെ ടൈപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു പരാതി സുഹേൽ ഗോയ എവിടെയോ ഉന്നയിച്ചത് കണ്ടു. ചില സമയങ്ങളിൽ സുഹേൽ ഗോയ ഇത്തരം വ്യത്യസ്തമായ ഭാഷകൾ ഉപയോഗിച്ച് നല്ല പാട്ടുകൾ ഉണ്ടാക്കുന്നു. പക്ഷേ നമുക്കറിയാം പാൽത്തു ജാൻവർ പോലുള്ള പടത്തിൽ നല്ല ഗംഭീര മെലഡി ഉണ്ട്. പക്ഷേ അതാരും കാണാതെ വ്യത്യസ്തമായ പാട്ടുകൾ, ആഘോഷിച്ച പാട്ടുകളെ കുറിച്ച് മാത്രം സംസാരിച്ച് അത് എഴുതാനായിരിക്കും സുഹേൽ മിടുക്കൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഉറപ്പായിട്ടും അത് ഒരു പെർസെപ്ഷൻ ആണല്ലോ. അത് ഹിറ്റാകുന്ന പാട്ടുകൾ വരുമ്പോൾ ആളുകൾ വിചാരിക്കും അങ്ങനെ. ഇപ്പോൾ നമ്മൾ ഓരോ തവണ ഹിറ്റാകുമ്പോൾ ഇപ്പോൾ ആലപ്പുഴ ജിംഖാനയിൽ ഒരു പഞ്ചാര പഞ്ച് എന്ന് പറഞ്ഞൊരു പാട്ട്, അപ്പം കുറേ പേര് അങ്ങനത്തെ ഇടിക്ക് ഒരു പാട്ട് എഴുതണം, അതിന് നീ വാ. അപ്പോൾ അവരുടെ ചെറിയ ഇടിക്ക് ഷൂട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പുറത്ത് നമ്മൾ അങ്ങനെ എഴുതണം. അല്ലെങ്കിൽ ഇപ്പോൾ ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞ പാട്ട് ഹിറ്റാകുമ്പോൾ അതുപോലുള്ള മെലഡികൾ അത് എഴുതിയാൽ മതി, അങ്ങനത്തെ ടൈപ്പ്. അപ്പം ഓരോ ഹിറ്റ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെ സ്വഭാവം മാറാറുണ്ട്. അപ്പം പക്ഷേ ഞാനിപ്പോൾ ഇത് പറയാം, വിപിൻ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പം മ്യൂസിക് ഡയറക്ടർമാരായിട്ടൊക്കെ പറയും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അൻവറിക്കയുടെ എഴുത്ത്, റഫീഖിക്കയുടെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില ഏരിയയിൽ നമുക്കറിയാം അവർ പുലികളാണ്. ആ ഏരിയ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ എഴുതാൻ പറ്റും, പക്ഷേ ദേ ക്യാൻ എക്സൽ. അപ്പോൾ ചില ഏരിയ ഉണ്ട്, വിനായന് കുറച്ച് സ്ട്രെങ്ത് ഏരിയാസ് ഉണ്ട്, അവൻ്റെ ഭയങ്കര സ്ട്രെങ്ത് ഏരിയ. പാരാരി എഴുതുന്ന ഒരു എഴുത്തുണ്ട്, അത് വേറൊരു സ്റ്റൈലാണ്. അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനും പറയാറുണ്ട്, എടാ ഇത് പൊളിക്കോ എന്ന് നീ വിനായനെ വിളിച്ച്. അത് കാരണം നമുക്കറിയാലോ ഇതിൻ്റെ ഒരു ഒപ്റ്റിമം എഴുതാൻ പറ്റുന്ന ആൾക്കാർ എല്ലാ ഫീൽഡിലും ഉണ്ടാവും. അപ്പം അത് ഉറപ്പായിട്ടും ഡിഫറെൻറ്റ് ആളുണ്ട്. പക്ഷേ ഈ വിപിൻ പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാം എഴുതാനും പറ്റും കേട്ടോ. നമ്മളൊരു മെലഡിയൊക്കെ ട്രൈ ചെയ്താലും ഒക്കെ പറ്റും. പക്ഷേ ഞാൻ ഇപ്പോഴും അതിൻ്റെ ന്യൂവാൻസുകൾ ഉണ്ടല്ലോ, അതിലാണ് ഈ പിടിക്കണത്. അപ്പോൾ റഫീഖിക്ക എഴുതുമ്പോൾ അല്ലെങ്കിൽ അൻവറിക്ക എഴുതുമ്പോൾ അതിന് ചെറിയ കുഞ്ഞു ന്യൂവാൻസുകൾ ഉണ്ടാവും. അത് എപ്പോഴും സ്റ്റാൻസ് ആയാലും അതിൻ്റെ താഴത്തെ ഒരു വരിയിലേക്ക് ഇരിക്കുന്ന നമ്മൾ അധികം ശ്രദ്ധിക്കില്ല, നമ്മൾ 4 വരി കേട്ടിട്ട് വിടുമല്ലോ. പക്ഷേ അതിൻ്റെ അകത്തൊരു ആ ഭംഗി. ഇപ്പോൾ അൻവറിക്കയുടെ പ്രാന്തം കണ്ടൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, തൊട്ടപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ. അതൊന്ന് കേൾക്കണം. കണ്ടലുകളെ പറ്റിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, പല പല സ്ഥലങ്ങളിലുള്ള കണ്ടലുകളെ പറ്റിയിട്ട് മനോഹരമായിട്ട് വെച്ചേക്കണം. അപ്പം അതൊക്കെ നമുക്കൊരു റെഫറൻസ് പോയിന്റ് ആണ്, നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷമാണ്. നമുക്കറിയാത്ത മേഖലയാണ്. അപ്പം ഓബിയസ്ലി എല്ലാവർക്കും അവരുടേതായ ഹൈ പോയിന്റ്സ് ഉണ്ട്. ഈ എല്ലാ കാലത്തും പുതിയ പാട്ടുകാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിമർശനം, അവർ കാര്യമായ രീതിയിൽ കാവ്യഭംഗിയുള്ള പാട്ടുകൾ എഴുതുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ. പക്ഷേ പുതിയ എഴുത്തുകാരിൽ നല്ല കവികളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ അത് പാട്ടെഴുത്തിന് വേണ്ടി മാത്രം അത്തരം കവിത ഉപയോഗിക്കുന്നു. മറിച്ച് ഇപ്പോൾ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ONV സാറിനെ പോലെ, ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ, വയലാറിനെ പോലെ ആ ഏരിയയിലുള്ള എല്ലാ പാട്ടുകാരെയും ഇങ്ങേ തലക്കിൽ ഇപ്പോൾ നമുക്ക് എടുത്തു പറയാം, ഹരിനാരായണനെയും റഫീഖ് അഹമ്മദിനെയും അൻവർക്കെയും പോലുള്ള ആളുകൾ കവിതയുടെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പാട്ടുകൾ വരുമ്പോൾ ഒരു കവിയാണ് എഴുതുന്നത് എന്നുള്ള ഒരു ആദരണീയമായ സമീപനം കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അല്ല, എനിക്ക് അങ്ങനെ സംശയമില്ല. അത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ
ഈ ഇവരൊക്കെ പറയുന്ന ഈ കവിത എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിലൊരു രൂപം ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു സൗണ്ടിങ് ഉണ്ട്, ഇതിൻ്റെ ഒരു വാക്കുകളുടെ ഒരു ഘടനയൊക്കെ നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്ന ഒരു നോഷനിലാണ് കവിത ഇരിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള കവിതകൾ വായിച്ച് നമുക്കത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഇപ്പോൾ കാലം മാറിയല്ലോ. ഇപ്പോൾ നമ്മൾ വിരഹം മിസ് ചെയ്യുന്നു ഒരു കുട്ടി. ഇപ്പോൾ വിരഹം എവിടെയാണ്? വിരഹം വെച്ചാൽ നമ്മളുടെ കാമുകി അല്ലെങ്കിൽ കാമുകൻ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലത്താണ് വിരഹം. ഇതിനെ എങ്ങനെ കൊണ്ടുവരും നമ്മൾ? അപ്പം നമ്മൾ പുതിയ വേർഡ്സിൻ്റെ സഹായം തേടിയേ പറ്റൂ. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് വരുന്നുണ്ടാവും, ലാംഗ്വേജ് മാറുണ്ടാവും, ഹിന്ദി വരുന്നുണ്ടാവും, മലയാളത്തിലെ തന്നെ പുതിയ വാക്കുകൾ എടുക്കേണ്ടി വരും. ഇപ്പം മിസ്സിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പോൾ എപ്പോഴും ഇതിലൊക്കെ കാണുന്നതാണ്, ആളുകൾക്ക് ഉപയോഗിക്കാൻ അറിയാൻ പറ്റില്ല. ഇപ്പോൾ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ശംഖുപുഷ്പം കണ്ട എത്ര പേർ ഗാനരചയിതാക്കളിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ശംഖുപുഷ്പം കണ്ടാൽ ഇതാണ് ശംഖുപുഷ്പം എന്ന് അറിയുന്നവർ, അല്ലെങ്കിൽ ശംഖുപുഷ്പം എന്ന് കൃത്യമായി എഴുതാൻ അറിയുന്നവർ, നഖത്തിന്റെ ഘായാണോ മേഘത്തിന്റെ ഘായാണോ എന്ന് സംശയിക്കുന്നവർ പോലും മലയാളത്തിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഉണ്ടോ? ഉറപ്പായിട്ട്. അല്ല, ഞാൻ എന്താ പറഞ്ഞത്, ഇപ്പം ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നമ്മൾ അത്രയും വാശി പിടിക്കുന്നത് ശംഖുപുഷ്പത്തിലോട്ട് പോകുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മുടെ ഉപമ എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ 14 വയസ്സുകാരൻ 15 വയസ്സുകാരന് 25 വർഷം മുമ്പുള്ള ഉപമ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ കാണുന്ന പെണ്ണ്, അവൻ കാണുന്ന മീറ്റ് ചെയ്യുന്ന സ്ഥലം, ഒരു എസ്കലേറ്ററിൽ നിൽക്കുമ്പോഴേക്കും, ഒരു ലിഫ്റ്റിൽ നിൽക്കുമ്പോഴേക്കും, അവൻ ചാറ്റ് ചെയ്ത, അവൻ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, വർഷങ്ങളുടെ പ്രണയം മൊബൈലിൽ മാത്രമായിരിക്കും. ഇതൊരു പുതിയ സിനാരിയോ നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാണല്ലോ. ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും? ചുറ്റിനും കോൺക്രീറ്റ് ബിൽഡിങ്ങും മെട്രോ പണിയും പൊളിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തും നമ്മൾ പാടത്തെ പറ്റി, മനോഹരമായ ആകാശങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തിനാ? അപ്പം അവിടെ നിന്നിട്ട് അപ്പം നമ്മൾ പഞ്ചാര പഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5 രൂപ മഞ്ച് പോലെ പുഞ്ചിരിച്ചെന്ന് ഞാൻ പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഈ ഉപമകൾ ശുഷ്കിച്ചു പോയ ഒരുത്തൻ അടുത്ത കുട്ടി വരുമ്പോൾ അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം, അവന് ഹാപ്പിനെസ് എന്ന് പറയുന്നത് കിൻഡർ ജോയ് ആണ്. ആ കിൻഡർ ജോയ് ആയിട്ട് അവൻ്റെ നാളെ അവൻ്റെ കാമുകീൻ്റെ ഒരു പ്രസന്റിന് ഉപയോഗിച്ചാൽ 5 രൂപ പഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പോഴുള്ള എല്ലാ തലമുറയ്ക്കും ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്, ഒപ്പം ഇപ്പോൾ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉപമകൾ പുതിയത് കണ്ടെത്തേണ്ടി വരുവാണ്, നമ്മൾ ഫോഴ്സ് ചെയ്യുവാണ്. അപ്പോൾ അതിൽ ക്രിയേറ്റിവിറ്റി തപ്പിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് വേറെ വിഷയം. പക്ഷേ ഇപ്പം ഒരു സച്ചിദാനന്ദൻ്റെ ഒരു കവിതയിൽ എനിക്കറിയാം, നാട്ടിൻപുറത്തോട് എന്ന് പറയുന്ന ഒരു കവിതയ്ക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കറിയാം നിന്റെ സുന്ദരികൾ വൃദ്ധകളായി, നിന്റെ താമരക്കുളങ്ങൾ മാളികകളായി, നിന്റെ പാടങ്ങൾ മൈതാനങ്ങളായി, നീ ഇപ്പോൾ തത്തകൾക്ക് പകരം വിമാനങ്ങളെ സ്വപ്നം കാണുന്നു. അപ്പോൾ തത്തകൾക്ക് പകരം വിമാനങ്ങളെ സ്വപ്നം കാണുന്ന ഒരു ജനറേഷന് വേണ്ടി പാട്ട് ചെയ്തണ്ടേ? മനസ്സിലായി? അപ്പം എന്തു പറയും നമ്മൾ? അപ്പം ശംഖുപുഷ്പം എടുത്തുകൊണ്ട് വന്നാൽ അവന്മാർ ചവിട്ടി പുറത്താക്കും. അപ്പം അതിലാണ് നമ്മൾ ചേഞ്ച് കൊണ്ടുവരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഇതോട് കൂടിച്ചേർക്കാനുള്ളത്, ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ സുന്ദരിയായ പെൺകുട്ടി മധുരം വിതറിയ ആലപ്പുഴ പട്ടണത്തിലാണ് താങ്കൾ ജീവിച്ചു വളർന്നത്. അവിടെ ആലപ്പുഴയെക്കുറിച്ച് താങ്കൾ പാട്ട് എഴുതിയിട്ടില്ല, ആലപ്പുഴയുടെ ഒരു സൗന്ദര്യം വെച്ച് പാട്ട് എഴുതിയിട്ടില്ല, കുട്ടനാടിൻ്റെ സൗന്ദര്യമൊന്നും പാട്ടുകളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സുഹൈൽ പറയുന്നതിലുള്ള സത്യസന്ധത വ്യക്തമാണ്. ഡോക്ടർ എങ്ങനെ അതിനെ നിരീക്ഷിക്കുന്നു? സുഹൈലിൻ്റെ പാട്ടുകൾ ഇപ്പോൾ ചോദിച്ച പോലെ ഒരുപാട് ടൈപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്കൊന്ന് ഹിറ്റായ പാട്ടുകൾ മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കും. സുഹൈലിൻ്റെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പാട്ടുകൾ എന്ന് പറയുന്നത്, ഒന്ന് പാൽത്തു ജാൻവറിൽ തന്നെ അമ്പിളീരാവും മങ്ങണവാവും മാറി 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 മറിയണ തൊട്ട് മാനത്തുയരണ മലരണ ഇടയിട വിട്ട്. ഈ പാട്ടിനകത്ത് ശരിക്കും ആ സിനിമയിൽ വളരെയധികം ഇൻഹിബിഷൻസ് ഉള്ള ഒരാളായിട്ടാണ് ബേസിലിനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അയാൾ ഒന്ന് എനർജി എടുത്ത് മുമ്പോട്ട് വന്ന് തുടങ്ങുന്ന സമയത്താണ് ഈ പാട്ട് സംഭവിക്കുന്നത്. അതിനകത്ത് ഒരുപാട് വരികൾ, നമുക്ക് അത്ഭുതം തോന്നുന്ന വരികൾ. ഞാൻ ആക്ച്വലി അന്ന് ടെക്സ്റ്റ് ചെയ്തിരുന്നു സുഹൈലിനെ ചില വരികളൊക്കെ കേട്ടിട്ട്. പുഴുപൂമ്പാറ്റയാകും മഴപാലാഴിയാകും കനമില്ലാത്തതെല്ലാം പറന്നാകാശമേറും. അങ്ങനെ അത് നല്ല രസമാണ് ആ വരികൾ. എന്നാൽ ഈസി ആയിട്ട് ഇപ്പോഴത്തെ ജനറേഷന് കേട്ടാൽ മനസ്സിലാവുകയും എന്നാൽ അതിൻ്റെ അകത്തൊരു ഫിലോസഫി ഉള്ളതും ആ സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള വരിയായിരുന്നു സുഹൈലിൻ്റെ അത്. അതേപോലെ ഹിജാബി എന്ന് പറഞ്ഞ പാട്ടിൻ്റെ അകത്ത്, ഓന ഹിജാബിയെ കിനാവ് കണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടും
വരികളുമാണ് അതിനകത്ത്. അപ്പം സുഹൈൽ ഒരുപാട് നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും ഫോർച്ചുനേറ്റ്ലി എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി എന്ന് പറയും. ഫോർച്ചുനേറ്റ്ലി എല്ലാവരും കേട്ടിട്ടുള്ളത് ഹിറ്റായ പാട്ടുകളാണ്. പക്ഷെ അതിലും എനിക്ക് സുഹൈലിൻ്റെ എഴുത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഭയങ്കര റൈമിങ് വേർഡ്സ് ഒരുപാട് ഇങ്ങനെ വരും. അത് പാട്ടിനെ ഭയങ്കര രസമാക്കും. അത്തരം ആളുകളെ അത്തരം ഉപയോഗിച്ച ഒരാളാണ് കാർത്തി എന്ന് പറഞ്ഞ ആള് ടെലിവിഷനിലൊക്കെ. കാർത്തിക്കൊപ്പം താങ്കളുടെ ഒരു വീഡിയോ, ഞാൻ ബിബിന്റെ ഒരു വീഡിയോ കണ്ടു. ഒരു ട്യൂൺ ഇട്ട ശേഷം കാർത്തി നമുക്ക് ഇതൊന്ന് പിടിക്കാം, ഈ രണ്ടുപേരി പിടിക്കാം. സത്യത്തില് ജോൺസൺ മാഷയും അങ്ങനെ പഴയ കാലഘട്ടത്തിലെ ആളുകളൊക്കെ കാണുമ്പോൾ അവരൊരു ട്യൂൺ ഇട്ട് കൊടുക്കുന്നു, വേറെ രീതിയിലാണ്. പക്ഷെ നമുക്കൊന്ന് പിടിക്കാം എന്ന് പറയുന്നത് കാർത്തി ടെലിവിഷനിൽ അത്തരം കോമഡി ഷോകളിലൊക്കെ അവതരിപ്പിച്ച രീതി കണ്ടിട്ടാണ്. അപ്പോൾ അത്തരം എഴുത്തുകാരെ എങ്ങനെയാണ് ബിബിന് ഉപയോഗിക്കുന്നത്? ഇല്ല, ഇതിലിപ്പോ നേരത്തെ പറഞ്ഞത് ഇപ്പോ ചില കമ്പയർ ചെയ്തല്ലോ. ഇപ്പൊ സുഹൈലിന്റെ പാട്ടിനെ ഇപ്പോ പ്രേമബിൾ വുമൺ എന്ന് എഴുതിയത് സുഹൈലാണ്, അതേസമയം പക എന്നുള്ള പാട്ട് എഴുതിയത് സുഹൈലാണ്. ഞാൻ ഇത് രണ്ടിനെ ഒരേപോലെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആൾക്കാർക്ക് എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണം. അത് എന്തുപയോഗിച്ചാലും ഓക്കെയാണ്, അവർക്ക് മനസ്സിലായാൽ മതി. ഇപ്പോൾ പ്രേമബിൾ നമ്മളിപ്പോൾ പുതിയ പിള്ളേർ സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ ഇഷ്ടം പോലെ പ്രേമബിൾ പ്രേമബിൾ അല്ലെങ്കിൽ പിന്നെ ഒപ്പിക്കബിൾ അങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് പാട്ടിൽ ഉപയോഗിക്കുന്നത് എന്താ പ്രശ്നം? അത് തീർച്ചയായിട്ടും വരണം. ഈ അതുപോലെ ബസ്സുകാരൻ ഒരു ബസ് വാങ്ങിയത് ഒരു അസൽ സംഭവമായി എന്ന് എഴുതിയ ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഹരിമുരളീരവം പോലുള്ള പിന്നെയും പോലുള്ള ഒരു രാത്രി കൂടി വിടവാങ്ങിയ പോലെയുള്ള പാട്ടുകൾ എഴുതിയത്. സുഹൈലിൽ നിന്ന് ആലപ്പുഴയെ കുറിച്ചുള്ള ഒരു മധുര ഗാനം പ്രതീക്ഷിക്കുന്നുണ്ട് സുഹൈൽ വ്യക്തിപരമായിട്ട്, അത് ഉറപ്പ് കൊടുക്കാം. ഞാൻ ഈ ആലപ്പുഴ ടൗൺകാരനാണ്. അപ്പൊ എന്റെ ഒരു ടൗണിലായതുകൊണ്ട് അത്തരം അല്ല, എന്റെ ഒരു പരാതി ഞാൻ പറയാം. ചന്ദ്രനെ കുറിച്ചും സൂര്യനെ കുറിച്ചും ഒക്കെ വയലാറൊക്കെ എഴുതിയത് അവിടെ പോയിട്ടല്ല കേട്ടോ. ഞാൻ ടൗണിലാകുമ്പോൾ എന്റെ ഒരു പ്രശ്നം, ഒരു സ്റ്റീരിയോ ടൈപ്പ്. ഞാൻ കുട്ടിക്കാലത്ത് അതായത് ആലപ്പുഴ എന്ന് പറയുമ്പോൾ വള്ളംകളി, കുട്ടനാട്, കഥകളി അങ്ങനെ പോവും. ആ ഒരു കെട്ടുവള്ളം, ഹൗസ് ബോട്ട് ടൂറിസം അങ്ങോട്ട് പോവും. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ബീച്ചിന്റെ സൈഡിലാണ്. അപ്പം നമുക്ക് വേറൊരു കൾച്ചർ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം വേറൊരു വൈബ് ഉണ്ട് അവിടെ. ഈ ടൂറിസ്റ്റുകൾ നമ്മുടെ ഈ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോലത്തെ ഒരു വൈബ്, അവിടെ കുറേ വിദേശികൾ വരുന്നു, താമസിക്കുന്നു, പോകുന്നു. അപ്പം നമ്മൾ കേൾക്കുന്ന പാട്ടുകളൊക്കെ കൊച്ചിയിൽ അതൊക്കെ കുറേ നമ്മളെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പാട്ടും ഹിന്ദി പാട്ടും തമിഴ് പാട്ടുകൾ, വേറെ നമുക്ക് അറിയാത്ത ഭാഷയിലെ പാട്ടുകൾ, ഇതെല്ലാം കേട്ട് നമ്മൾ വളർന്ന ഒരു സ്ഥലമായതുകൊണ്ട് എനിക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ചില സിനിമകളിൽ എൻ്റെ അടുത്ത് ഈ കുട്ടനാട്ടിലെ പാട്ട് എഴുതണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അതിനുള്ള വൊക്കാബുലറി എൻ്റെ കയ്യിലില്ല, അത്രയും സ്ട്രോങ്ങും അല്ല. പിന്നെ പഠിച്ചൊക്കെ ബുദ്ധിമുട്ട് ചെയ്യാം, പക്ഷെ എന്നാലും അതിന് ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പം ഞാൻ ഓർത്ത് ഈ സ്ഥലത്തെ ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും അവരവരുടെ ജോലികളിൽ നമ്മുടെ ഒരു നിറം, അതൊരു സിഗ്നേച്ചർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരാളുമായിട്ട് ഇടപെടുന്ന രീതി കൊണ്ടായിരിക്കാം, നമ്മുടെ ഒരു ഓഫീസിലാണെങ്കിൽ അത് നമ്മൾ ഫയൽ ചെയ്യുന്ന രീതി കൊണ്ടായിരിക്കും. എല്ലാവരും അവരവരുടെ ഒരു സിഗ്നേച്ചർ വെച്ചിട്ട് പോവാണ്. അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള എനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനം പാട്ടിൽ വെച്ചിട്ട് പോകണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അത് ഏറ്റവും ഭയങ്കര ഹിറ്റാവണമെന്ന് ഏറ്റവും ഇതാണ്. ഹിറ്റാകുമ്പോൾ സന്തോഷമാണ് ഡെഫിനറ്റ്ലി. അതോടൊപ്പം തന്നെ പക്ഷേ എനിക്ക് പറയാൻ കഴിഞ്ഞു. കാരണം ഇതൊരു ഇടിയാണ്. ഇപ്പോൾ വിപിൻ അറിയാം, നമ്മൾ പാട്ട് എഴുതി കൊടുത്താൽ മാത്രം പോരാ, ഇവരുമായിട്ട് തർക്കിച്ച് ഇവരെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഈ ഡയറക്ടർമാർ അവരൊക്കെ ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്? ഇവർ വിചാരിക്കുന്ന കരിമിഴി കുഴിയോ കണ്ടില്ല എന്ന് വെച്ചാൽ കരിമിഴി കുഴിവിനെ തപ്പിപ്പോകുന്നതാണ്. അപ്പം ഞാൻ പറയണ്ട, ഇത് നീ എന്തിനാ അത് കാണിക്കാൻ പോകുന്ന? ഞാൻ പറയുന്ന സാധനം അത് ആ ഫീലിംഗ് അല്ലേ ഉള്ളൂ. ഇപ്പോൾ വൈശാഖ സന്ധി നമുക്ക് ആ ഇമോഷൻ കൺവേ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇപ്പോൾ ഡയറക്ടർ അവരെ പറഞ്ഞ് ആദ്യം സമ്മതിപ്പിക്കണം. മ്യൂസിക് ഡയറക്ടർ പറഞ്ഞ മീറ്റർ പറയും, അത് പറയും ഇത്ര ഉള്ളളി, അത് ഇതിൻ്റെ തുമ്പത്തൊട്ട് ചാടിപ്പോയി നിൻ്റെ ഇന്ന്, അപ്പോൾ അതൊന്നും മാറ്റാൻ പറ്റും, അല്ലേ അടഞ്ഞു പോയി, ഇന്നാ മാറ്റി ഇന്നോന്നാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവരുമായിട്ട് ഇടി വെക്കും. ഫണ്ട്സ് അത് അപ്രൂവായിട്ട് പ്രൊഡ്യൂസർ കൊടുക്കും. പ്രൊഡ്യൂസർ ഏതായാലും കൂട്ടുകാരനെ അത് കമ്പോസ് ചെയ്ത് കാറിനകത്തിട്ട് കേൾപ്പിക്കും. അവൻ പറയും ഇതെന്ത് ഉള്ള പാട്ടാണ്. അപ്പോഴത്തേക്കും നമ്മളെ വിളിച്ചിട്ട് മാറ്റല്ല. ഈ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ ജെനുവിൻലി വിചാരിച്ചേ ഇത് ജനലൊക്കെ തുറന്നിട്ട് പാടമൊക്കെ നോക്കിയിട്ട് ചേർന്നകത്തിരുന്ന് ഇങ്ങനെ എഴുതുന്ന ഒരു പണി, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഭയങ്കര രസമായിട്ടിരുന്ന് പതിയെ പണി ചെയ്താൽ മതി, ചോദിക്കുന്ന പൈസയൊക്കെ തരും. അതൊന്നുമില്ല, ഇത് നമ്മൾ പിടിച്ചിട്ട് അറിയാം ഇതാണ് ഇതിൻ്റെ അർത്ഥം, കഷ്ടമാണ്, ഇത് മാറ്റിയാൽ നല്ല വാക്ക് പോവും. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്കാണ്, ഒന്ന് വെക്കളിയാ. അനങ്ങനെ 300 പേരുടെ അടുത്ത് പറഞ്ഞ് ഇത് ഭയങ്കര അപ്ലൈഡ് ആർട്ട് പരിപാടി. നമ്മൾ ഫോഴ്സ് ചെയ്ത് ഡെഡ് ലൈനിൻ്റെ അകത്ത് നിന്ന് ഇതാക്കി. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ഇതിൻ്റെ ഹിറ്റായാൽ അറിയാൻ പറ്റും ഗാനം, കാസറ്റ് വിൽക്കുന്നതിൻ്റെ എണ്ണം, CD വിൽക്കുന്നതിൻ്റെ എണ്ണം. ഫ്ലോപ്പ് ആയാൽ അതിൻ്റെ എണ്ണം കുറയുന്നുള്ളൂ.
പക്ഷേ നല്ല പാട്ടുകൾ സർവൈവ്. ഇന്ന് അതല്ലല്ലോ. ഇതിൻ്റെ കമൻറ്റ് താഴെ വായിക്കുമല്ലോ. 15 മിനിറ്റ് കഴിയുമ്പോൾ കുറേമാർ വന്നിട്ട് നല്ല കോലം എന്നൊക്കെ പറഞ്ഞ് പാട്ടടിക്കും. പ്രൊഡ്യൂസർ നമ്മളെ വിളിച്ചിട്ട് എടാ എന്തിനാടാ ഈ പാട്ട് ഞാൻ വെച്ചേണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ 3 കമൻറ്റ് നെഗറ്റീവ് വന്ന്. അപ്പം ഇത് നമുക്ക് അപ്പം തന്നെ കിട്ടുന്ന ഒരു പ്രതികരണത്തിൻ്റെ ഭയമുണ്ട്. പക്ഷെ അതിലൊരു ത്രില്ല് ഉണ്ടാന്ന് വെച്ചാൽ ഉറപ്പായിട്ടുണ്ട് താനും. സുഹേലിൻ്റെ രീതികളെയും സുഹേലിൻ്റെ പാട്ടുകളെയും ഭാഷയെയും പ്രയോഗങ്ങളെയൊക്കെ അഭിനന്ദിച്ച ഒരാളെന്നുള്ള നിലയിൽ ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഡോക്ടറുടെ കുറേ റീൽസൊക്കെ ഞാൻ കണ്ടപ്പോൾ പഴയ അർജുന മാഷിൻ്റെയും ശ്രീകുമാരൻ നമ്പി സാറിൻ്റെയും അതുപോലുള്ള ONV സാറിൻ്റെ ഒക്കെ പാട്ടുകളാണ്, കൈതപ്ര സാറിൻ്റെ ഒക്കെ പാട്ടുകളാണ് പാടി കാണുന്നത്. ഇങ്ങനെ തലക്കൽ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ കുറേ പാട്ടുകളും പാടി കണ്ടു. പുതിയ പാട്ടുകൾ ഇപ്പോൾ ഓണം മൂട് പോലുള്ള പാട്ടുകൾ സ്റ്റേജിൽ ഇത്തരം ആൾക്കൂട്ടത്തിന് മുന്നിൽ പാടാൻ കുറച്ചുകൂടി അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഉൾപ്പെടെ കുറച്ചുകൂടി ലൈവായിട്ട് പാടാൻ എത്ര കണ്ട് സാഹസമുണ്ട്? ഈ ലൈവ് പാടുമ്പോൾ പുതിയ പാട്ടുകൾ പ്രത്യേകിച്ചും ലൈവ് പാടുമ്പോൾ ഇവർ ഇപ്പം പറഞ്ഞ പോലെ ഏറ്റവും പുതിയ സാധനം എന്താണ്, പുതിയ സൗണ്ട് എന്താണ്, അങ്ങനെ തേടി പിടിച്ച് ലോകത്തില്ലാത്ത പ്ലഗിങ്സും സൗണ്ട് കാർഡും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കും. നമ്മൾ ഈ സ്റ്റേജിൽ ലൈവിൽ വരുമ്പോൾ ഈ സൗണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം നമ്മൾ പണ്ട് ഇപ്പോൾ ജോൺസൺ മാഷിൻ്റെ, അതിപ്പം ഞാൻ പാടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ജോൺസൺ മാഷിൻ്റെയൊക്കെ പാട്ടെടുത്ത് കഴിഞ്ഞാൽ എല്ലാം ലൈവായിരിക്കും ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ പാട്ടിൻ്റെ കാര്യത്തിലല്ല മൊത്തത്തിലൊന്നൊരു റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നത് AR റഹ്മാൻ യുഗം തൊട്ടാണ് ഈ ഒരു ക്രൈസിസ് ശരിക്കും സ്റ്റേജിൽ നമ്മൾ ഫേസ് ചെയ്ത് തുടങ്ങിയത്. ഒരു പ്രത്യേകതരം സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളത് വളരെ ജെന്യൂനായിട്ട് നമ്മളത് ലൈവിൽ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്ത ജനം പറയും ഇതെന്ത് ശബ്ദം, അതല്ലല്ലോ വായിക്കണത്, എന്താ ഇവൻ വായിക്കണമെന്ന് ചോദിക്കും. പക്ഷേ ഇത് ഉണ്ടാക്കാനുള്ള പ്രയാസം നമുക്കേ അറിയുള്ളൂ. കാരണം അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള മിക്കവാറും ബാൻഡുകളൊക്കെ ഒരു സെമി പ്രൊഡക്ഷൻ ചെയ്തിട്ടാണ് ലൈവായിട്ട് പോകുന്നത്. അതേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഹ്യൂമൻലി അതേ പോസിബിൾ ആവുള്ളൂ. ഇതൊന്നും നമുക്ക് സ്റ്റേജിൽ അങ്ങനെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സെമി പ്രൊഡക്ഷൻ ചെയ്ത് വെക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കരോക്കെ ഇട്ടിട്ടാണല്ലോ ഇത് പാടണമെന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരു വിധത്തിലും നമുക്കൊരു ചെറിയ രീതിയിലെങ്കിലും അത് പ്രൊഡക്ഷൻ ചെയ്യാതെ ഇവരുണ്ടാക്കുന്ന സൗണ്ട് നമുക്ക് അതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം എല്ലാത്തിലും വ്യത്യസ്തതയാണ്. ഇപ്പം ലിറിക്സിലാണെങ്കിലും സിനിമ സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിലും ഒക്കെ വ്യത്യസ്തതയാണ് നമ്മൾ നോക്കുന്നത്. മ്യൂസിക്കിലും അതേപോലെ നമ്മളിപ്പം ഈ സ്വരങ്ങൾ ഇത്രയ്ക്കല്ലേ ഉള്ളൂ, ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഓപ്ഷൻസ് ഉണ്ടാക്കുകയാണ്. അപ്പം പിന്നെ അവിടെ വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിലാണ്, അതിൻ്റെ സൗണ്ടിങ്ങിലാണ്. അപ്പോൾ ഇവർ അത്രയും കീനായിട്ട് വേറെങ്ങും കേൾക്കാത്ത സൗണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ലൈവിൽ അതങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഏകദേശം അതേപോലെയൊക്കെ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഓണമൂടൊക്കെ ലൈവ് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ആ പഞ്ച്, ആ റിത്തം ഒന്നും നമുക്ക് അത്രയും പോലെ ഒന്നും കിട്ടില്ല. ഇനിയിപ്പോൾ സൗണ്ടും കൂടെ മോശമാണെങ്കിൽ കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ലൈവ് പാടുമ്പോൾ പുതിയ പാട്ടിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് നമുക്ക് മറ്റേ പാട്ടൊക്കെ പിന്നെ അതിന് കുറച്ചുകൂടി, അതായത് ഈ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് വ്യത്യസ്തത പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കുന്നത്. ഈ പറഞ്ഞ ഈ ലൈവ് പാടുന്നത് ഇപ്പോൾ ഓണം മൂടൊന്നും ആക്ച്വലി ലൈവ് പാടേണ്ട പാട്ടല്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ കേട്ട് വൈബ് ചെയ്യുക, ഡാൻസ് ചെയ്യുക, അത് ടൈപ്പാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ലൈവ് അറിയാം, ഞങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അറിയാം ലൈവ് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു ടെക്നോളജിന്റെ സഹായം ഇല്ലാണ്ട് പാടാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു അതിന്റെ ഒരു സ്ട്രക്ചർ. ഇളയരാജയെ പോലെ എൻ്റെ പാട്ട് ആരും പാടണ്ട, എനിക്ക് നിയമം ഉണ്ട്. നിയമം ഇപ്പോൾ ഡൂഡ് എന്ന സിനിമയിലെ 2 പാട്ടുകൾ നീക്കാൻ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ ആ വിചാരണവേളയിൽ ഇളയരാജയോട് ചോദിച്ചു, പഴയ പാട്ട് പുതുതായ രീതിയിൽ വന്നാൽ നിങ്ങൾക്ക് തന്നെയല്ലേ കുറച്ചുകൂടി പ്രശസ്തിയും അംഗീകാരമൊക്കെ പുതിയ തലമുറ അറിയുകയല്ലേ എന്ന്. പക്ഷേ അതെൻ്റെ ഇമേജിന് ഡാമേജ് ഉണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം കോടതി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മ്യൂസിക് ഡയറക്ടർ ഒരു ആപ്പ് കൊടുക്കുകയാണ്. അപ്പം ഇല്ല, ഇത് ആക്ച്വലി നേരത്തെ പറഞ്ഞതിൽ എൻ്റെ ബാക്കി പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ ടെക്നോളജി നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് മ്യൂസിക് പ്രൊഡക്ഷനിലാണെങ്കിൽ. അത് ഇപ്പോൾ പഴയ പാട്ടിൽ അന്ന് ടെക്നോളജി അത്ര അവൈലബിൾ ആയിരുന്നില്ല എന്നാണ് സത്യം. അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചേനെ. ഇപ്പോൾ അത് അവൈലബിൾ ആണ്, എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഫുള്ളി ലൈവ് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുറേ ഇലക്ട്രോണിക് ടോൺ ഉപയോഗിക്കുന്നുണ്ട്. പ്രോസസ്സ് വോക്കൽ തന്നെ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഒരിക്കലും ലൈവിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് തന്നെ വിടേണ്ടി വരും. അപ്പോഴേ അന്നേ പറ്റുള്ളൂ. അതിപ്പോൾ ചില ആൾക്കാർ അത് കരോക്കെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലായിക്കോളും. ഇപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലായതുകൊണ്ടായിരിക്കും ചില ആൾക്കാർക്ക് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു
പ്രാക്ടിക്കാലിറ്റിയിലുള്ള ഒരു പ്രശ്നം എന്താണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ രാജാ സാറ് ഈ പറഞ്ഞ പോലെ അതിൽ ഇമേജിനെ കോട്ടം തട്ടുമെന്നുള്ളത് അത് എനിക്കറിയില്ല. പക്ഷേ ഡ് ഏതൊരു പാട്ട് വേറൊരു ഇപ്പം നമ്മളൊരു പടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊജക്റ്റിന് വേണ്ടി ചെയ്ത പാട്ട് വേറൊരു രീതിയിൽ അത് കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അത് റൈറ്റ്സ് എടുത്തേ പറ്റുള്ളൂ. അത് റൈറ്റ്സ് എടുക്കാണ്ട് അവര് ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് സാധാരണ ഇപ്പോൾ ഗാനരചയിതാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ എപ്പോഴും പറയുന്നത് ഇതൊരു അപ്ലൈഡ് ആർട്ടാണ്, അപ്ലൈഡ് പോയട്രി. അങ്ങനെ ആണല്ലോ പറയുന്നത് അല്ലേ? പക്ഷേ എൻ്റെ ചോദ്യം, നമുക്കിപ്പോൾ നമ്മുടെ സിനിമ അതിൻ്റെ പേരറിയില്ല, അതിൽ അഭിനയിച്ച ആളുകളെ അറിയില്ല. പക്ഷേ അതിലെ പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ പല്ലവിയും അനുപല്ലവിയും ചരണം വരെ കൃത്യമായിട്ട് ആ പാട്ട് അറിയാം, വരികൾ അറിയാം, എല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു തനത് കലാരൂപം പോലെ നിലനിൽക്കുന്നില്ലേ കാലാതീതമായിട്ട്? ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് അതായത് കുറി തൊട്ടാലും കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്നുള്ള പാട്ട് എല്ലാ വീടുകളിലും പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതേത് സിനിമയിലാണെന്ന് ആർക്കറിയാം? അറിയോ? ഇല്ല, ഇല്ല, അറിയില്ല. ഇല്ല, അറിയില്ല. ആർക്കെങ്കിലും അറിയാമോ? ഓ, അല്ല, അത് മൗനം എന്ന് പറഞ്ഞ സിനിമ, സുരേഷ് മച്ചാട് സംവിധാനം ചെയ്ത മൗനം എന്നുള്ള സിനിമയിലാണ് ആ പാട്ട്. അപ്പോൾ ആ പാട്ട് നമുക്കൊക്കെ അറിയാം, അത് ഇനിയുള്ള തലമുറയ്ക്ക് അറിയാം. പക്ഷേ അത് ഏത് സിനിമയാണെന്ന് പോലും അറിയില്ല. പക്ഷേ നമ്മൾ ഇപ്പോഴും പറയുന്നു അപ്ലൈഡ് ആർട്ടാണ് ഇത്. ആ സിനിമയ്ക്ക്, ആ സിനിമയിലെ കഥാ സന്ദർഭത്തിന്, മുഹൂർത്തത്തിന് വേണ്ടി കൊടുക്കുന്ന കേവലമായ ഒരു പാട്ടെഴുത്ത് പരിപാടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിനപ്പുറം ലൈഫുണ്ട്. അല്ല, അതുണ്ട്. നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത് അപ്ലൈഡ് ആർട്ടായി മാറുന്നത്. അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പം നമ്മളിപ്പോൾ പാട്ട് ചെയ്യുമ്പോൾ ആ സിനിമ കാണുന്ന ആ കാലയളവ് അല്ലെങ്കിൽ സിനിമ എപ്പോഴും കാണും. പക്ഷെ എന്നാലും അത് സിനിമ കാണുമ്പോൾ അതിനെ ആപ്റ്റായിരിക്കണം പാട്ട്. അതേസമയം പാട്ടായിട്ട് കേൾക്കുമ്പോൾ അത് വേറെ രീതിയിലാണ് ആൾക്കാർ, സിനിമ കാണാത്ത ഒരാൾ പാട്ട് കേൾക്കുമ്പം അത് വേറെ രീതിയിലാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ സിനിമ അറിയണം എന്ന് നിർബന്ധമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പാട്ടായിട്ട് തന്നെ വേറെ രീതിയിൽ നിൽക്കും. പക്ഷേ സിനിമയോട് കൂടെ കാണുമ്പോൾ ആ പാട്ട് സിനിമയെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അതിനും കൂട്ടിയിട്ട് അവിടെയാണ് അതിൻ്റെ ഒരു പോയിന്റ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ യൂട്യൂബിൽ വരുന്ന കമൻറ്റുകളുടെ കാര്യം സുഹൈൽ പറഞ്ഞു. സത്യത്തിൽ പാട്ടിനെ നന്നായി മനസ്സിലാക്കുന്ന വിമർശകരുടെ ഒരു കുറവുണ്ടോ? കാരണം നമുക്കറിയാം ടി.പി. ശാസ്തമംഗലം പോലുള്ള വിമർശകർ പണ്ട് എഴുതിയ ഗാനദർപ്പണം പോലുള്ള കോളങ്ങളിൽ ഓർക്കുന്നുണ്ടാവും. കാരണം മീശ മാധവനിൽ ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും ചെയ്ത പാട്ടിൽ എൻ്റെ ചേലത്ത ചെമ്പരുന്തല്ലേ എന്ന് പറയുമ്പോൾ ചെമ്പരുന്തിന് എവിടെയാണ് സൗന്ദര്യം എന്ന് ചോദിച്ച് വിമർശിച്ച ആളാണ്. അപ്പം അത്ര വിമർശനങ്ങൾ നമുക്ക് ചിലപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ ഏത് രീതിയിലാണ് സഹായിച്ചതെന്നറിയില്ല. പക്ഷേ നല്ല വിമർശകരുടെ അഭാവം ഉണ്ടോ? അത് ഞാനിങ്ങനെ ഇപ്പൊ വിമർശകർ എന്ന് പറയുന്ന ഒരു തസ്തികയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഇത് എനിക്ക് നേരിടേണ്ടി വന്നില്ല. അങ്ങനെ എൻ്റെ സാധനം ഒരു വെർത്തല്ല എന്നായിരിക്കും ആദ്യം പറയുന്നത്. ശ്രോതാക്കൾ തന്നെ. അതാ. അപ്പോൾ അപ്പോൾ നമ്മൾ ജെനുവിൻലി ആളുകളിലോട്ട് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇത് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, ഇതൊരു സിനിമയാണല്ലോ, ഇതിൻ്റെ ഭയങ്കര ശാസ്ത്രീയമാണ്. ഇപ്പം നമ്മൾ അതിന് ശേഷം ഇതിൻ്റെ ജീവൻ, അതിൻ്റെ പരിപാടി, അതൊക്കെ ഓക്കെ. അത് ആളുകളിലോട്ട് ഒരു സാധനം കൊടുത്തു കഴിയുമ്പോൾ ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണ് ഒരു കളിക്കുന്ന വട്ട് തന്നാലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. വേറെ എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് വട്ടാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെന്താ അതാണല്ലോ ഇപ്പം ഞാൻ ഇപ്പോൾ പെർഫ്യൂമും പാട്ടും രണ്ടും നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള സാധനമാണ്. ടൈം ട്രാൻസ്പോർട്ട്, നമ്മൾ ആ മണം പിന്നീട് അടിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് എത്തുകയുള്ളൂ പെട്ടെന്ന് തന്നെ. അതുപോലെ കണക്റ്റ് ആവും. പാട്ടിനും ആ കഴിവുണ്ട്. നമ്മൾ ഒരു ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരുന്ന കേൾക്കുന്ന പാട്ട് പിന്നീട് ഹാപ്പിയൊക്കെ മൊമെൻറ്റിലായി, പിന്നെ അത് കേൾക്കുമ്പോൾ നമ്മൾ ആ മൊമെൻറ്റിൻ്റെ എല്ലാ ഫീലും അതുപോലെ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഹാപ്പി ആയിരിക്കുമ്പോൾ, അതുപോലെ സന്തോഷമുള്ളപ്പോൾ കൂട്ടുകാരായിട്ട് ചിലവഴിക്കുന്ന എല്ലാ മൊമെൻറ്റുകളും. അപ്പോൾ പാട്ടിനും പെർഫ്യൂമിനും അങ്ങനെ ഒരു കഴിവുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ പെർഫ്യൂം ഉണ്ടാക്കിയവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. അവൻ കാമുകിയുടെ മണമൊന്നും പറഞ്ഞല്ലോ അവൻ വിൽക്കുന്നത്. അവൻ വിചാരിക്കുന്നത് അവൻ പണിയെടുത്ത് 8 മണിക്കൂർ പണിയെടുത്ത് എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ പറഞ്ഞു ഈ അപ്ലൈഡ് ആർട്ടിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ അതിന് ശേഷം അതിനൊരു ജീവനുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ വാല്യൂ. ഇപ്പം നിങ്ങൾ നമ്മളെ സ്റ്റേജിൽ പിടിച്ചിരുത്തുന്നത് എന്തുകൊണ്ടാണ്? അതൊരു വെറും പണിയാണ്, നമ്മൾ പിടിച്ചിരുത്തുന്നില്ലല്ലോ ഇവിടെ. അതിനപ്പുറത്തേക്ക് ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ മനുഷ്യൻ്റെ എവറിഡേ തിങ് എന്നുള്ളത്, നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് രാത്രി 6:30 പ്രൈവറ്റ് ബസ്സിൽ കയറി ഇരുന്നിട്ട് നമ്മൾ പണ്ടത്തെ ഒരു പാട്ട് പെട്ടെന്ന് കേൾക്കുമ്പം അത് തരുന്ന എന്തോ ഉണ്ടല്ലോ, എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പം അതൊരു വെർത്ത് വൈൽ സാധനം. എനിക്ക് പാട്ടിനോടുള്ള ഇഷ്ടം അതാണ്. അത് നമ്മളെങ്ങനെയാണ് ഒരു സമയത്ത് നമ്മളെ പിടിച്ചു നിർത്തിയത്, കേട്ടപ്പം എന്തോ മെമ്മറീസ് കൊണ്ടു തന്നത്, നമ്മൾ വിദേശത്ത് താമസിക്കുമ്പോൾ നമ്മൾ ഒരു നാട്ടിലെ പാട്ട് കേൾക്കുമ്പോൾ നാട്ടിലെത്തിയ പോലെ തോന്നുന്നത് ഒക്കെ, അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ ഇതിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ഉറപ്പായിട്ട് ഇതിനൊരു ടൈംലെസ്നെസ്സും ഉണ്ട്. അത് ആളുകൾ ജീവിക്കുന്നിടത്തോളം കാലം, അല്ലാതെ അടുത്ത തലമുറയിലേക്ക് അത് മാറി ഞാൻ ഒരിടയ്ക്ക്
ഒരു റിസോർട്ടിൽ ഇങ്ങനെ താമസിക്കുന്നത്, ഹൈ എൻഡ് റിസോർട്ട് പരിപാടി. അവിടെ കുറേ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ടൈപ്പ് കുറച്ച് ഭയങ്കര യങ്സ്റ്റേഴ്സ് ഇരുന്നിട്ട് ഗിറ്റാർ മുട്ടിയിട്ട് കുറേ പെൺകുട്ടികളും ആൺകുട്ടികളുണ്ട്. അവർ ഇരുന്നിട്ട് താമരപ്പൂ നീ ദൂരെ, അവർ ആ ജനറേഷൻ്റെ അടുത്ത് പോലും ഇല്ല. അവരത് ഭയങ്കര ലയിച്ച് ലിറിക്ക് തെറ്റാതെ പാടുന്നു. മിക്കവരും എനിക്ക് തോന്നുന്നു അവരൊക്കെ കണ്ടിട്ട് ബാംഗ്ലൂരൊക്കെ അങ്ങനെ താമസിക്കുന്ന കുട്ടികൾ, അവർ ഭയങ്കര എൻജോയ് ചെയ്ത് പാടുന്നു. അപ്പോൾ ഞാൻ വെച്ചു എൻ്റെ പൊന്നെ, അത് എഴുതുമ്പോൾ അത് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തൊന്നും ഇല്ലാത്ത ആലോചനകളിൽ അത് ജീവിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ഉറപ്പായിട്ട് അതിനൊരു ആയുസുണ്ട്, ഒരിതുണ്ട്. ഈ പിന്നെ നിരൂപകരുടെ കാര്യം ഞാൻ കമൻറ്റ് വായിക്കാറില്ല. കമൻറ്റ് വായിച്ചാൽ ഒന്നാമത് ഡിപ്രഷനാവും. അല്ലെങ്കിൽ നമുക്ക് 3 സന്തോഷം തരും. നമ്മൾ നെഗറ്റീവാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ താഴെ എന്ത് പാട്ടാണ് അന്ന് ഒരു വാക്ക് കേട്ടാൽ മതി, ഓ പണ്ടാര ഡേ പോയി. അപ്പം ഞാനൊരു പരിപാടി പിടിച്ച് ഞാൻ തന്നെ സെൻസർ ചെയ്ത് ഞാൻ കമൻറ്റ് നോക്കൂല. അപ്പോൾ ചില പാട്ടൊക്കെ വരുമ്പോൾ മ്യൂസിക് ഡയറക്ടർമാർ വിളിച്ചിട്ട് എടാ കമൻറ്റ് വേണ്ട, നിന്നെ തെറി അല്ലെങ്കിൽ നിന്നെ നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് വെറുതെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ അത് നമ്മളെ ഒരു ഷേപ്പ് ചെയ്യില്ല. ഞാൻ അങ്ങനെ ഷേപ്പ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഈ പേടിച്ചിട്ട് നമ്മൾ വേറൊരാളായി പതിയെ പതിയെ മാറാം. അത് ഞാനും അല്ല, അതിലും ഞാൻ ഹിറ്റാവില്ല. അത് എഴുതുമ്പോൾ കുളവുമാവും. ഞാൻ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ റഫീഖിക്കാടെയോ അല്ല അൻവറിക്കാടെ പോലെ ഞാൻ അനുകരിക്കാൻ ശ്രമിച്ചാൽ പാളി പണ്ടാരടങ്ങും. അപ്പോഴത്തേക്കും നമുക്കത് പറ്റില്ല. അപ്പം നമ്മുടെ ഒരു വിഷയം, അപ്പം ഞാൻ വിചാരിക്കുന്നത് എടാ ആസ് ലോങ് ആസ് ഓഡിയൻസ് കുറേ പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു വലിയൊരു ശതമാനം ഇഷ്ടപ്പെടുന്നുണ്ട്, മ്യൂസിക് ഡയറക്ടർ ഹാപ്പിയാണ്, പടം ഹിറ്റായി, പടത്തിൽ ആ പാട്ടും വർക്കായി, ഓക്കെ മൈ ജോബ് ഇസ് ഡൺ. പിന്നെ ബാക്കി അഡീഷണൽ കിട്ടുന്നതെല്ലാം അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ലൈഫ് ജോബ് ഈസ് ഡൺ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്ത ഒരു പാട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മികച്ചതായ രീതിയിൽ ഒന്നുകൂടി അവതരിപ്പിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അത് ചോദിക്കാൻ കാരണം ഹിന്ദിയിൽ അത്ര സംഗീത സദസ്സുകളിലൊക്കെ ഞാൻ രാവിലെ ഡോക്ടറോട് ആ പാട്ടൊന്ന് നോക്കണേന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ജയ്ദേവ് ചെയ്ത പാട്ട്, അദ്ദേഹം പ്രീതം കൂടി പിന്നീട് അത് ചെയ്തിരുന്നു ആ പാട്ട്. അതെ, അപ്പോൾ ആ പാട്ട് ഒന്ന് പാടിയിട്ട് നമുക്ക് അതിലേക്ക് പോവാം. എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ്. अभी ना जाओ छोड़ कर के दिल अभी भरा नहीं, अभी ना जाओ छोड़ कर के दिल अभी भरा नहीं, अभी अभी तो आए हो, अभी अभी तो आए हो, हवा जरा महक तो ले, नजर जरा बहक तो ले, ये शाम ढल तो ले जरा, ये शाम ढल तो ले जरा, ये दिल संभल तो ले जरा, मैं थोड़ी देर जी तो लो, नशे के होठ पी तो लो, अभी तो कुछ कहा नहीं, अभी तो कुछ सुना नहीं, अभी ना जाओ छोड़ कर के दिल अभी भरा नहीं. ആ പാട്ടിൻ്റെ തുടർച്ചയായി സുഹേലിനോട് ചോദിച്ചാൽ, അതുപോലെ എഴുതിയ പാട്ട് കുറച്ചുകൂടി മികച്ച രീതിയിൽ കുറച്ച് ലൈൻസ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ലൈൻസ് കുറച്ച് സിനിമയ്ക്കല്ലാതെ ഒരു സ്വതന്ത്ര മീഡിയം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്കത് തോന്നിയിട്ടില്ല. അത് നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്കകത്താണ് അത് നിൽക്കുന്നത്. ഇതും ഇപ്പം റാഫി സാഹിബിൻ്റെ പാട്ട്, അത് നമ്മൾ ഇതിൻ്റെ അകത്തൊരു പുതിയ ഇമേജ് അല്ലല്ലോ, നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏതോ ഇമേജ് ഏതൊരു കാലഘട്ടത്തിൽ. അപ്പം അത് പിന്നീട് റൂയിൻ ചെയ്യേണ്ടെന്നാണ് എനിക്ക് തോന്നാറ്. അതിനെ ഇത് പിന്നീട് ഒരു വേറെ വെർഷൻ എഴുതി അതിനെ അഡീഷണലാക്കി ഇതാക്കിയിട്ട് ഒരു ഇത്. പക്ഷേ എനിക്കത് വേറെ ആൾക്കാരെടുത്തിട്ട് വേറെ ചെയ്യുന്നതിന് എതിർപ്പില്ല. എനിക്കത് സന്തോഷമാണ്. അത് കാരണം അതിന് വേറൊരു പുതുജീവനാണല്ലോ. ഈവൻ ഇപ്പം അദിയൊക്കെ ഉണ്ട്, അവൻ തമാശയ്ക്ക് പാട്ടുണ്ടാക്കുമല്ലോ, അവന്മാർ മിമിക്രി പോലെയൊക്കെ ഉണ്ടാക്കും, പാട്ടിൻ്റെ വേറെ ഫോം ഉണ്ടാക്കും, നമ്മളെ കളിയാക്കി ഉണ്ടാക്കും. പക്ഷെ അതുമൊക്കെ കൂടെ ചേർന്നതാണ് ഇതിൻ്റെ വിജയം. ഇതിൻ്റെ സർവൈബിലിറ്റി, ഇതിൻ്റെ ക്രിറ്റിസിസം, ഇതിൻ്റെ കളിയാക്കൽ, ഇതിൻ്റെ പാരഡി, ഈ മ്യൂസിക്കിൻ്റെ മറ്റേ എലക്ഷൻ സോങ്, അത് ഇപ്പം ലോകയുടെയൊക്കെ എലക്ഷൻ സോങ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചേരുന്നതാണ് അതിൻ്റെ സക്സസ്. അപ്പം അതിലെനിക്ക് സന്തോഷമുള്ളൂ. ഇപ്പോൾ ഡോക്ടർക്ക് അതിനോട് കൂട്ടിച്ചേർക്കാൻ
പുതിയ പാട്ടുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെപ്പോഴും കവർ സോങ്സ് പാടുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ആ പാട്ട് പാടുമ്പോൾ ഓൾറെഡി ഉള്ള പാട്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന പാട്ടുകളുണ്ട്. പക്ഷെ അത് ചില ആൾക്കാരുടെ അടുത്ത് പാടുമ്പോൾ അതിന് വേറൊരു ഫ്ലേവർ വരും. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ അടുത്ത് ശ്രദ്ധിച്ചത് ഈ നൈക്കയുടെ ആഡ് ഉണ്ട്. അതിൽ बिजली गिराई मैं हूँ आई कहते हैं मुझको ഹവ ഹവായി. ആ പാട്ട് കവിതാ കൃഷ്ണമൂർത്തിയുടെ ശബ്ദത്തിൽ പതിഞ്ഞ് ശ്രീദേവി അതെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ദീപിക പദുക്കോണിൻ്റെ ഒരു ആഡാണ് അതിൽ. അതെ ദീപിക. അതിൽ ആരെ പാടിയേക്കുന്നതെന്ന് എനിക്കറിയില്ല, ആഡ് ആയതുകൊണ്ട്. അവർ പാടിയേക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരായിരുന്നു അത് പാടേണ്ടതെന്ന് നമുക്ക് തോന്നും. അതുപോലെ ബിജിലി ഗിറായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അത് പാടിയേക്കുന്നത്. അപ്പം ചില ആൾക്കാർ ഇപ്പം പുതിയ ആൾക്കാരുടെ പാട്ട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാതിക്കാത്തോട്ടം ഇങ്ങനെ അങ്ങനെയാണല്ലോ നമ്മുടെ ടൈറ്റിൽ. അപ്പോൾ ജാതിക്കാത്തോട്ടത്തിൽ സൗമ്യ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് അത് പാടിയിരിക്കുന്നത്. പുള്ളിക്കാരി ക്ലാസിക്കലും ഹിന്ദുസ്ഥാനിയൊക്കെ ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ളൊരു അടിപൊളി സിംഗറാണ്. അത്തരം പാട്ടുകളാണ് കൂടുതൽ പാടിയത്. അത് പാടിയേക്കുന്നത്. അപ്പോൾ അവർ പാടിയത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ആ പാട്ട് വേറൊരാളും പാടിയിട്ട് അത്രയും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജാതിക്കാത്തോട്ടം ആ പാടുന്ന ഒരു നോട്ടിനെസ് ഉണ്ട്. അത് സെല്ലുലോയിഡ് സിനിമയിൽ അതുപോലെ സിത്താരയുടെ ശബ്ദാരീതിയിൽ ഉപയോഗിച്ചതായിട്ട് MG അജേന്ദ്രൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവരല്ലാണ്ട് വേറൊരാൾ പാടിയ അത് നന്നാവില്ല എന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് രസമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞ പുതിയ പാട്ടിൽ ഇപ്പോൾ പണ്ട് ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു കൺവെൻഷണൽ സിംഗർ ഉണ്ടായിരുന്നു. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് ഉള്ള എല്ലാ സംഗതിയും തൊണ്ടയിൽ വരുന്ന എല്ലാം പാടാൻ പറ്റുന്ന ഒരാളെന്നുള്ള രീതിയിലായിരുന്നു പണ്ട് നമ്മൾ സിംഗേഴ്സിനെ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ സിനിമ മാറി, സിനിമ സംഗീതം മാറി. അപ്പോൾ ആ സിനിമ സിറ്റുവേഷനിൽ ആ സോങ് ഡിമാൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റുന്ന സ്വരം, അതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് നോക്കുന്നത്. അതിൽ അവർക്ക് എത്ര ഇപ്പോൾ ചിലപ്പോൾ ഒരു 2 താളവട്ടം സ്വരം ഭയങ്കര അതിഭീകരമായിട്ട് പാടാൻ പറ്റുന്ന ഒരു സിംഗറിനേക്കാൾ ആപ്റ്റ് വേറൊരു സ്വരമായിരിക്കും. ആ സ്വരമാണ് കൂടുതലും ആൾക്കാർ മ്യൂസിക് ഡയറക്ടേഴ്സ് കുറച്ചുകൂടി സത്യസന്ധമാവുകയാണെന്ന് തോന്നുന്നു. അതെ, ജെന്യൂൻ ആ സിറ്റുവേഷനിൽ ജെന്യൂൻ ആയിട്ടുള്ള വോയിസ് ഏതാണ് അതാണ് ആൾക്കാർ. ഇപ്പോൾ അശുഭമംഗളകാരി പാടിയത് ആ പയ്യൻ നമ്മുടെ ചെവിയിലോട്ട് അങ്ങോട്ട് തറയ്ക്കാണ്. അശുഭമംഗളകാരി എന്ന് പറയുമ്പോൾ അതങ്ങനെ ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അത്ര രസമായിട്ടാണ് പാടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം എനിക്കൊന്ന് സെലക്ഷൻ നടക്കുന്നത്. നമ്മള് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മൾ സുഹേൽ പാട്ടെഴുത്തുകാരിയൊന്നും ഇനി വേണ്ട എന്നുള്ള സാഹചര്യത്തിലേക്ക് പോവുകയാണെന്നുള്ള ചർച്ചകൾ സജീവമാണല്ലോ. അപ്പോൾ AI ഏത് രീതിയിലാണ് ബിപിൻ ഉപയോഗിക്കുന്നത്? ഞാനിപ്പോ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒന്ന് ഇംഗ്ലീഷ് ലിറിക്സ് ഉണ്ടാക്കാൻ. ഇപ്പോൾ അതായത് പണി തുടങ്ങി. മലയാളം ഇപ്പോൾ അത്ര അടിപൊളി ആയില്ല അതിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷിൽ, പിന്നെ മ്യൂസിക്കലി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടോണ് മാറ്റാം. ഇപ്പോൾ ഇപ്പം പാട്ടിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ പാടിയിട്ട് അത് ഫീമെയിലിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയൊക്കെ AI വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിനെക്കാട്ടിലും പക്ഷേ സുഹേൽ എഴുതുന്നത് പോലുള്ള സ്വന്തമായ പാട്ടുകൾ നിങ്ങൾക്ക് AI കിട്ടില്ല എന്ന് ഇല്ല. ഉറപ്പാണ് കേട്ടോ. ഇനി AI ഒരിക്കൽ കംപ്ലീറ്റ്ലി ഹ്യൂമണിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. അത് അതിനെ നമ്മൾ പുറന്തിരി നിൽക്കരുത്. അതിനെ യൂസ് ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ കുറച്ചൊക്കെ ചെയ്യാമായിരിക്കാം, പക്ഷെ കംപ്ലീറ്റ്ലി അത് നമ്മളെ റീപ്ലേസ് ചെയ്യൊന്നുമില്ല. നമുക്ക് എന്തായാലും ആ ചോദ്യങ്ങളിലേക്ക് പോവാം. നമുക്ക് ഇതിനിടയിൽ നമ്മുടെ ഭാഷയുടെ പറഞ്ഞതുകൊണ്ട് തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും മാത്രമല്ല ഹിന്ദിയിലും ഉറുദുവിലും അറബിയിലൊക്കെ പാട്ടെഴുതിയ ശ്രീമതി ഫൗസിയ അബൂബക്കർ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമസ്കാരം എല്ലാവർക്കും. സ്നേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, സുഹേലിന് വേറെ ഭാഷയിൽ പാട്ട് എഴുതിയിട്ടുണ്ടോ? എഴുതാൻ ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹമുള്ളതാണ്. എനിക്ക് ഇച്ചിരി ഉറുദു ഹിന്ദിയൊക്കെ ഇച്ചിരി ഭാഷയുണ്ട്, അപ്പം എഴുതാറുണ്ട്. ഈ ചില വാക്കിലൊക്കെ ഇങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പടത്തിൽ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അത് വരാനുള്ളേ ഉള്ളൂ.
അപ്പം അതുണ്ട്. പിന്നെ തമിഴ് ഭാഷ വലിയ വശമില്ല, പക്ഷെ അതിലിങ്ങനെ കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. വാക്കുകൾ അവർ ഒരു സംഗീതം അതിൻ്റെ അകത്ത് ആ ഭാഷയിൽ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കേൾക്കും ഇതെല്ലാം, വേൾഡ് മ്യൂസിക്, പഞ്ചാബി, ഹിന്ദി എല്ലാം കേൾക്കും. ഇപ്പം ഞാൻ നമ്മൾ ഈ ഭാഷയുടെ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാതെ, ഇപ്പം ഞാനൊക്കെ ഈ ഭാഷേനെ ഇപ്പോൾ സുഹേൽ കോയ എഴുതുന്ന വരികളിൻ്റെ അകത്തുള്ള ഇംഗ്ലീഷ് അല്ലെ അതിൻ്റെ പ്യോറിറ്റീനെ പറ്റി നമുക്ക് സംസാരിക്കാൻ ഉള്ള ഒരു പരിപാടിയാണ് ഇത്. ആ പരിപാടിയുടെ പേര് ലാറ്റിൻ പദമായ ഹോർത്തൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളത് പോലെ എന്താണ് ഈ ഹോർത്തൂസ് എന്നാണ്. ഹോർത്തൂസ് ഗാർഡൻ എന്നല്ലേ ലാറ്റിനിലെ, ഒരു തോട്ടം എന്നാണ്. അപ്പം അത് ഇവിടെ വന്ന ഡച്ചുകാർ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെയുള്ള വൈദ്യന്മാരെ പോയി കണ്ട് അവിടുത്തെ അവരുടെ ചെറിയ ചെറിയ ചെടികളും എല്ലാം തപ്പിയെടുത്തിട്ടാണല്ലോ ആ പുസ്തകം ഉണ്ടായി, ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായി. അപ്പോൾ അത് നമ്മളിപ്പോഴും നമ്മൾ അതിന് വേറെ പേരൊന്നും ഇട്ടില്ലല്ലോ, മലയാളവൽക്കരിച്ച് വേറെ പേരൊന്നും ഇട്ടില്ല. അത് തന്നെ നമ്മൾ കൊണ്ടാടുകയാണ്. എനിക്കൊന്ന് മലയാളി തീരദേശത്തൊക്കെ കിടക്കുന്ന എല്ലാ ആൾക്കാരും കുറേ കൾച്ചറുകളുടെ പ്രതിനിധിയാണ്. അപ്പോൾ ഭാഷയും അതുപോലെ തന്നെ ചേഞ്ച് ആവും, ഷിഫ്റ്റ് ആവും, അടിപൊളിയായിക്കൊണ്ടേയിരിക്കും. ചോദിക്കാം. എക്സ്ക്യൂസ് സാർ, ഒരു അർജന്റ് അനൗൺസ്മെന്റ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് 7 വയസ്സുള്ള ഒരു കുട്ടിയെ കാണാതെ പോയിട്ടുണ്ട്. കുട്ടിയുടെ പേര് സേറ എന്നാണ്. ചിക്കിങ്ങിന്റെ സ്റ്റോളിന്റെ സൈഡിൽ കുട്ടിയുടെ അമ്മ നിൽക്കുന്നുണ്ട്. മറ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. 7 വയസ്സുള്ള സേറ എന്ന് പറഞ്ഞ കുട്ടിയാണ്. കണ്ടിന്യൂ. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? പല്ലവി നന്നായി കഴിഞ്ഞാൽ ബാക്കി ഭാഗങ്ങൾ നന്നായില്ലെങ്കിലും പാട്ടുകൾ നന്നാവാറുണ്ട്, ശരിയാണോ? അപ്പൊ അതില് എത്രത്തോളം എഫർട്ട് കൊടുക്കാറുണ്ട് പല്ലവി? ഹുക്കിനെ കുറിച്ച് സംസാരിക്കേണ്ട സമയമാണ്. ഇല്ല, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ഭാഗങ്ങളും മാക്സിമം നന്നാക്കാൻ തന്നെയാണ് നോക്കുന്നത്. ഇപ്പോൾ റീൽസിന്റെ കാലഘട്ടമായത് കാരണം ഏത് ഭാഗമാണ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും പിന്നെ മാക്സിമം നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഹുക്ക് ലൈൻ്റെ കാര്യം പറഞ്ഞു. ഹുക്ക് ലൈൻ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല്ലവിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഹുക്ക് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ പാട്ടിൽ തന്നെ എടുക്കുന്ന ഏത് മൂഡ് എന്നുള്ള തുടക്കത്തിലുള്ള വരികളെക്കാട്ടും ആൾക്കാർക്ക് അറിയുന്ന ഏത് മൂഡ് അതാണ്. അപ്പോൾ അത് പല്ലവി അല്ല, ആക്ച്വലി പല്ലവിൻ്റെ എൻഡാണ്, സ്റ്റാർട്ടിങ് അല്ല. അപ്പോൾ അത് ഇപ്പോൾ എല്ലാ ഭാഗവും മാക്സിമം നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇത്തരം ഹുക്കിന്റെ കാര്യത്തിൽ ബിബിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ട്. ഡെപ്സി പാടിയ മന്ദാകിനിയിലെ പാട്ടിന്റെ വട്ടേപ്പം എന്തെങ്കിൽ താട്ടെ ഇല്ലെങ്കിൽ പോട്ടെ എന്നുള്ളത് ബിബിന്റെ കൂടി ഗാനരചയിതാവിന്റെ അല്ല, എന്റെ കോൺട്രിബ്യൂഷൻ അല്ലല്ല. അതായത് കൂട്ടത്തിലിരുന്നപ്പോ അത് ആക്ച്വലി ഇങ്ങനെ ആ സിറ്റുവേഷനിൽ ഒരു കരോൾ സോങ് ആണ്. അപ്പോൾ ഇത് നടക്കുന്നത് നമ്മളെ അങ്കമാലി ആ ഭാഗത്താണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മളെ ഫ്രണ്ട്സ് സർക്കിളിൽ എല്ലാവരുടെ അടുത്ത് ചോദിച്ചു, ആ ഭാഗത്ത് ഇങ്ങനെ കരോളിന് പാടി നടക്കുന്ന എന്തെങ്കിലും രസമുള്ള വരികൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളെ ജസ്റ്റിൻ വർഗീസ് മ്യൂസിക് ഡയറക്ടർ അവനാണ് പറഞ്ഞത്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, നല്ല പൊളി സാധനമാണ്. അവൻ ഏതെങ്കിലും കാലത്ത് യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ച് കീപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നീ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞ ഒരു ഇതാണ് വട്ടയപ്പം. അതങ്ങനെ തന്നെ വെച്ചു, അത് ഹുക്ക് ലൈനായിട്ട് വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് ആ പാട്ട്. ഒരു സംഗീത സംവിധായകനും ഗാനരചയിതാവും ഇവിടെ ഇരിപ്പുണ്ട്. ഈ മ്യൂസിക് ഇട്ട ശേഷം അതിനുവേണ്ടി ഗാനം എഴുതിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണല്ലോ ഇപ്പം നടന്നു വരുന്നത്. ഈ രീതി ഉള്ളത് കൊണ്ടല്ലേ ഒരു ശ്രീകുമാരൻ തമ്പിയോ ഒരു വയലാറോ മറ്റും ഇന്ന് ഇവിടെ ഉണ്ടാവാതെ വരുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. അത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാം. ആക്ച്വലി മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും പേർക്കും മ്യൂസിക് ഡയറക്ടേഴ്സ് ഇത് ഫോഴ്സ് ചെയ്തതാണ്. പക്ഷേ ഇവരുടെ അടുത്ത് ചോദിച്ചാൽ സുഹൈലിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഏതാണ് കംഫർട്ടബിൾ എന്ന്. അല്ല, ഇതിപ്പം കോഴിയാണോ ആദ്യം ഉണ്ടായെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം ഇതിൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പാട്ട് എഴുതിയിട്ട് അത് ട്യൂൺ ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റാണ്, കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, കുറച്ച് സമയം എടുക്കാൻ പറ്റും, സ്പേസ് എടുക്കാൻ പറ്റും. മീറ്ററിൻ്റെ റെസ്ട്രിക്ഷൻ ഇല്ല, നമ്മളൊരു ട്യൂണിൻ്റെ റെസ്ട്രിക്ഷൻ ഇല്ല, ഈ പറയുന്ന പോലെ ഒരു ഹുക്കിലോട്ട് എത്തിച്ചേരേണ്ടതില്ല. അപ്പോൾ ഇച്ചിരി സമാധാനമായിട്ടിരുന്ന് പണ്ട് എഴുതിക്കൊണ്ടിരുന്നവർ 90% അങ്ങനെയാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടി അതിനുണ്ട്, ഒരു കാവ്യാത്മകമായ ബ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സൗണ്ടിങ്ങിന് ഇവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. എങ്ങനെയാണ് ഒരു വാക്ക് കേൾക്കേണ്ടത്? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് റഹ്മാൻ വന്നതിന് ശേഷം സൗണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി.
അപ്പോൾ എല്ലാം റാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ വാക്കിൽ അതിങ്ങനെ പാട്ടിങ്ങനെ നിൽക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്ന തമിഴ് പടങ്ങൾ ഒരു ഹീറോയുടെ എൻട്രി അത് ഇത് അതിലെല്ലാം ഇങ്ങനത്തെ വാക്കുകളിലാണ് കയറി അങ്ങ് അടിക്കുന്നത്. ആ വാക്കുകളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, പാട്ടിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും കേൾക്കാറുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് സീൻസ് മാറി. ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന രീതിയിൽ ഒരു ട്യൂൺ വേണോടാ ഇവിടെ എന്നൊക്കെ പറയൽ വളരെ കുറവാണ്. ഇടയ്ക്കൊക്കെ വരാറുണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ മെജോറിറ്റിയും പാട്ടുകൾ അതിൻ്റെ നേച്ചർ മാറി. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ലാസ്റ്റ് എപ്പോഴാണ് ലിപ്സിങ്ക് നമ്മൾ കണ്ടത്? ലിപ്സിങ് ഇല്ല, ഒന്നുമില്ല. സീൻ ആദ്യം ഇവർ ഷൂട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറേ സീൻ അവർ കട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കും. അതിന് പറ്റുന്ന ഏകദേശം ഒരു ഇമോഷൻ നമ്മൾ പിടിച്ചുകൊണ്ട് പോവാം. പണ്ട് പാട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഞാൻ ലാൽജോ സാറോട് കഴിയുമ്പോൾ ലാൽജോ സാറൊക്കെ ഭയങ്കര കീനാണ് അതിൻ്റെ അത്. എനിക്കൊന്ന് അവരൊക്കെ ആയിരുന്നു ലാസ്റ്റ്, അതിൻ്റെ വെരി ലാസ്റ്റ് ആൾക്കാരായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടി 6 ദിവസം 7 ദിവസം ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയും അതിൽ മനോഹരമായ ഡ്രസ്സൊക്കെ ഇടിച്ച് ഡാൻസ് ഒക്കെ ഇട്ട്, അത് നമ്മുടെ തന്നെ തനതായ നമ്മുടെ സിനിമയുടെ തനതായ ഒരു എക്സ്പ്രഷനായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കാണിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിന് ബഡ്ജറ്റ് അത് 10 കോടി രൂപ എക്സ്ട്രാ വരും, നടപടിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ട് സീൻ എന്ന് ചെറിയ ചെറിയ കട്ട് സീൻസ് എല്ലാ ദിവസത്തും വൈകിട്ട് ഇച്ചിരി നേരം ഷൂട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് അതെല്ലാം കൂടെ യോജിപ്പിച്ചാണ് പാട്ടായിട്ട് ഇറക്കുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ടൈറ്റായി, നമ്മൾ കുറച്ച് വാക്കുകൾ കൊടുത്തു, അതിലിരുന്ന് പണിയാനുള്ള ടൈമൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഇത് പ്യുവർലി എക്കണോമിക്സിൻ്റെയും ഈ ടൈം ലിമിറ്റേഷൻ്റെയും പുറത്ത് ഇത് തന്നെയാണ് ഇപ്പോൾ സൗകര്യം. പക്ഷെ പ്രേക്ഷകരുടെ ഒരു മാറ്റം കൂടി അതിന് കാരണമല്ലേ? പ്രേക്ഷകർ ഇപ്പോൾ ഒരു 10-20 പേര് കുറെ മുറവും പുല്ലൊക്കെ എടുത്ത് നടന്നാൽ അത് അംഗീകരിക്കോ? പഴഞ്ചൻ എന്ന് പറയും. അല്ല, അതിനെ അവതരിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പം അത് നായകനും നായികയും അത് നമുക്ക് കാണിക്കാൻ നിർബന്ധമാണ് പടത്തിലെങ്കിൽ അത് ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടക്കൂടെ അവരെ കയറ്റിവിടും. അപ്പോൾ അതൊരു ഡയറക്ടർക്ക് അതിന് ചോയ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ഒരു മൂളം ഉപയോഗിച്ചാൽ മതിയല്ലോ, അതിലോട്ട് പോവാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ വിവി പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തൊരു ഒരു ഒരു ഹുക്ക് വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം വേണം. ആളുകൾ നമ്മൾ ഇതിനൊക്കെ ഭ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ തന്നെയും നമ്മളെപ്പോഴും അല്ലെങ്കിൽ ഇപ്പം ഞാൻ അഭിലാഷം എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിലെ പാടുമ്പോൾ സുമഹസിതേ നിന്നെ കാത്ത് കാത്ത്, ഇറ്റ് ബ്യൂട്ടിഫുൾ പാട്ടാണ്, എന്ത് ഹിറ്റായി. അത് പഴയ പാട്ടുകൾ ഓർമ്മിപ്പിക്കുന്ന പാട്ടുകളല്ലേ. അങ്ങനെ ഇപ്പം നമ്മൾ വിനായകൻ എഴുതിയ ആരാധിക എടുത്തു നോക്കിയാൽ, ഷറഫ് എഴുതുന്ന പാട്ടുകൾ എടുത്തു നോക്കിയാൽ ഇതിന് അടിപൊളി പാട്ടുകൾ ഭയങ്കര ഹിറ്റാകാറുമുണ്ട്. ജാലക്കാരി ഉറപ്പായിട്ടും ജാലക്കാരി എന്ന് പാടാം. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു 2 വരി പാടാം. ഒരു ലൈൻ മാത്രമേ എനിക്ക് അറിയൂ. ജാലക്കാരി മായ ജാലക്കാരി, പ്രത്യേകതരം ഒരു സ്പർശിക്കുന്നുണ്ട് അത്. അതെ, വാക്കിന് ഭയങ്കര ഇപ്പം ജാലക്കാരി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യുന്നില്ല വാക്കല്ലെങ്കിലും അതിൻ്റെ അകത്തൊരു ജാലമുണ്ട്. അപ്പം അങ്ങനെ ചില വാക്കുകൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചില പാട്ടുകൾ ഇപ്പം തുടരുമില്ല 2 പാട്ടുകളും ആദ്യം കൺമണിപ്പൂവേ വന്ന സമയത്ത് ആൾക്കാർക്കൊരു ആവേശമായിരുന്നു. കുറേ മരുഭൂമിയിൽ മഴ പെയ്ത പോലെ എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. ആ പാട്ട് കേട്ടപ്പോൾ അയ്യോ പഴയ മോഹൻലാലിനെ കിട്ടി, പഴയ MG ശ്രീകുമാറിനെ കിട്ടി എന്ന് പറഞ്ഞ ആ സന്തോഷമായിരുന്നു ആൾക്കാർക്ക്. ആ പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകൾ ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ്. സിനിമയുടെ വിജയത്തിൽ വലിയൊരു ഘടകം അതിനകത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അങ്ങനത്തെ പാട്ടുകൾ ഇപ്പം പുതിയ പാട്ടുണ്ടാക്കും. ഇപ്പം നിങ്ങളോടൊക്കെ ആണെങ്കിലും പറയുന്നത് ആരും കേട്ടിട്ടില്ലാത്ത പുതിയ സാധനം എന്നായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ അപ്പം അതിൽ പാട്ടുകൾ ഹിറ്റാക്കേണ്ട ചുമതല ഇവർക്ക് 2 പേർക്കുമായിട്ട് വരും. പക്ഷേ തുടരുമെന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൈയും കെട്ടിയിരുന്നാൽ മതിയായിരുന്നു. അവിടെ വേറൊരു ഫാക്ടർ ഉണ്ട് ആ പടം രക്ഷപ്പെടുത്താനായിട്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞ ആ ഒരു പേരുള്ളത് കൊണ്ട് വേറെ ആർക്കും ആ ഒരു ബേർഡൻ ഇല്ല. അപ്പോൾ എന്തു വേണമെങ്കിലും അവിടെ പോസിബിൾ ആണ്, എന്തും ചെയ്യാം. MG ശ്രീകുമാർ എന്ന മനുഷ്യന്റെ ശബ്ദം, അതെ, അവര് 2 പേരും കൂടെ ആ കോംബോ വന്നപ്പോൾ എന്തൊക്കെയോ പ്രേക്ഷകന് തിരിച്ചു കിട്ടിയ ഒരു സന്തോഷമായിരുന്നു. അതേപോലെ ഇപ്പം ഞാനിപ്പോൾ പുതിയ പാട്ടുകൾക്ക് പാടാനായിട്ട് എല്ലാം സ്വരം മതി എന്ന് പറഞ്ഞാലും ചില പാട്ടുകൾ പാടാൻ ലെജൻസ് തന്നെ ഇപ്പോഴും വേണം. ഞാനെപ്പോഴും പക കേട്ട സമയത്ത് പൊന്മാലിൽ എനിക്കൊന്ന് ചിത്രചേച്ചി ലാസ്റ്റ് പാടിയിൽ ഇറങ്ങിയത് ആ പാട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അത് അവർ പാടുന്ന കേൾക്കുമ്പം വേറൊരാളെ വെച്ച് നമുക്കതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അവർ തന്നെ പാടുമ്പോൾ നെഞ്ചിൽ പണ്ടേ നോവായി വിണ്ടത് തുന്നിക്കൊണ്ടേ ഈ കണ്ണിൽ മുത്തി നീരു പതുക്കനെ ഒപ്പിക്കൊണ്ടേ ആരോ പഞ്ഞിക്കലടിയാലെ പമ്മിയകത്തണയേ പമ്മിയകത്തണയേ എന്നവർ പറയുമ്പോൾ ഓരോ പമ്മി ഇങ്ങനെ വരണ പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പം അങ്ങനത്തെ പാട്ടുകൾ പാടാൻ ഇപ്പോഴും ലെജൻസ് തന്നെ വേണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു ഈ ഇപ്പോൾ പുതിയ പാട്ടുകൾ പലതും പാടാൻ പറ്റുന്നില്ല. ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഗാനമേള പോലെയുള്ള പരിപാടികളിൽ
ഈ പുതിയ പാട്ടുകൾ പാടാൻ പറ്റുന്നില്ല എന്നുള്ള പറഞ്ഞു. അപ്പോൾ അത്തരം പ്രോഗ്രാമുകളിൽ നീ ഈ പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷനിലെ ഇത്രയും നല്ല പാട്ടുകൾ അല്ലെങ്കിൽ ആളുകൾ ആഘോഷിക്കുന്ന പാട്ടുകൾ അത് പാടാൻ എന്താണ് കരോക്കെ തന്നെയാണോ അതിന് ഒരു വഴി? കരോക്കെ എന്ന് പറയാൻ പറ്റില്ല. അതില് ഈ പാടാൻ പറ്റും. പക്ഷെ ചില ഭാഗങ്ങൾ ഈ റെക്കോർഡ് ചെയ്ത് പോകേണ്ടി വരും. കംപ്ലീറ്റ്ലി ലൈവായിട്ട് എല്ലാ ഇൻസ്ട്രുമെന്റും പണ്ടത്തെ പോലെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയും അല്ലെങ്കിൽ സിന്തസൈസർ എന്ന് പറയുന്ന കീബോർഡ് അതൊക്കെ വെച്ചിട്ടാണ്. അത് ഞങ്ങൾ ലൈവ് വായിക്കുകയല്ല ചെയ്യുന്നത്. അത് പ്രോഗ്രാമിംഗ് എന്ന് പറയും ഒരു സോഫ്റ്റ്വെയറിൽ. അപ്പോൾ അതൊരിക്കലും സ്റ്റേജിലിരുന്നിട്ട് അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ലൈവായിട്ട്. അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്ത് പാടാൻ പറ്റും. ഞാൻ പാടാൻ പറ്റില്ല എന്ന് ഉദ്ദേശിച്ചത് കംപ്ലീറ്റ്ലി ലൈവായിട്ട് പാടാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പം പുതുമ എല്ലാവർക്കും പുതുമ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ഈ ലിറിക്സ് എഴുതി മ്യൂസിക് ചെയ്യുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ അതും ഞങ്ങൾ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. ഈവൻ ഈ മ്യൂസിക് എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ലിറിക് എഴുതി ട്യൂൺ ചെയ്താണ് ഇഷ്ടവും അതാണ് എളുപ്പവും. പക്ഷേ ചെയ്യുന്നത് തിരിച്ചാണ്. ഇതാണ് ഈ പുതുമ വരണമെങ്കിൽ എല്ലാവർക്കും പുതുമ വേണ്ടത് കാരണം ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യണം. ഇല്ല ഗാനമേളന്ന് വിട്ടു നിൽക്കണം എന്നല്ല. ഗാനമേളക്കാർ ഇപ്പോൾ പാടുകയും ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെയാണ് പാടുന്നത്. കുറേയൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. അതിന് ബേസിക് ട്രാക്സ്, സിന്തസൈസ്ഡ് ട്രാക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇലക്ട്രോണിക് സൗണ്ട്സുകളെല്ലാം ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ പാടാം. പിന്നെ വേറെ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ പാടാൻ പറ്റും. കംപ്ലീറ്റ്ലി ലൈവായിട്ട് പാടാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രോതാക്കളിൽ നിന്ന് ചോദ്യമല്ല, ഒരു പാട്ട് ഡോക്ടർ പാടുന്നതായിരിക്കും. ഇഷ്ടമുള്ള പാട്ട്, അതിൻ്റെ വരികൾ ഓർമ്മയുണ്ടെങ്കിൽ ഡോക്ടർ പാടും, ഇല്ലെങ്കിൽ മൊബൈൽ നോക്കിയിട്ടെങ്കിലും പാടുന്ന വിചാരിക്കാം. പാടാൻ പറ്റുന്ന പാട്ട് ഏതെങ്കിലും ചോദിക്കാം. ഓർത്തോസിന് എത്തിയവർക്കുള്ള ഒരു സമ്മാനം. എൻ്റെ പാട്ടിനെ പാടിയാലോ ഒന്ന്? ബ്രൈഡാത്തി പാട്ട് പാടാം. സുഹൈൽ എഴുതിയതാണ്, ജസ്റ്റിൻ അത് മ്യൂസിക് മതിയോ? അത് ചെയ്തതാണ്. വേറെ വേറെ ഏതെങ്കിലും പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞോളൂ. അതിന് ജനറേഷൻ ഗ്യാപ്പില്ല, ഏത് പാട്ടും പറയാം. അതെ. കണ്ണ് കെട്ടി നിന്നെ മിന്ന് കെട്ടി മുത്തൊന്ന് മേലേന്ന് വീണ് കിട്ടി പത്താടെ ചേലുള്ള പെണ്ണാടെ കല്യാണം അതെഞ്ഞ പുളമ്പിളി പാതിര കല്യാണം. കണ്ണ് കെട്ടി നിന്നെ മിന്ന് കെട്ടി മുറ്റൊന്ന് മേലേന്ന് വീണ് കിട്ടി പത്താടെ ചേലുള്ള പെണ്ണാടെ കല്യാണം തേങ്ങാപ്പുളമ്പിളി പാതിര കല്യാണം. ബ്രൈഡാത്തിയേ ബ്രൈഡാത്തിയേ എന്തൊരുക്കം പെണ്ണാത്തിയേ ബ്രൈഡാത്തിയേ ബ്രൈഡാത്തിയേ എന്താണ് ഈ ഉള്ളൊരുക്കം മണവാട്ടിയേ. അപ്പോൾ സന്തോഷം 3 പേർക്കും. ഇത് കേൾക്കാൻ എത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി.